അച്ഛനും അമ്മയ്ക്കും ഞാൻ സിനിമയിലേക്ക് വന്നപ്പോൾ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു 3 കാര്യങ്ങൾ. ഒന്ന് അവർ മേടിച്ച വാക്കാണ്, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിക്കില്ല. 2 മൊബൈൽ ചോദിക്കില്ല. 3 ഞാൻ പഠനം നിർത്തില്ല എന്നുള്ളത്. അപ്പം ഇത് ഞാൻ അങ്ങ് പാലിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് എന്നെ അഭിനയിക്കാൻ അനുവദിച്ചത്. എൻ്റെ ഗുരു പ്രിയദർശിനി ഗോവിന്ദ്. അപ്പം പ്രിയാക്ക ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്യല്ലോ. പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ അക്കാ പ്രോഗ്രാം മുടിച്ചിട്ടേക്കാ ரொம்ப നന്നാ ഇരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്യും. അപ്പോൾ ഉടനെ ചോദിക്കും, അപ്പ എന്നെ ചുണ്ണയിൽ ചോദിക്കും. ആരെങ്കിലും വന്നിട്ട് ഓ ചേച്ചി ഭയങ്കര യങ് ലുക്കിംഗ് ആയിട്ടുണ്ടല്ലോ, ഇത് എങ്ങനെയാ ചേച്ചി എന്നൊക്കെ ആരെങ്കിലും ചോദിക്കും. ഇപ്പം വീട്ടിലൊക്കെ വരും. ഉടൻ തന്നെ ഇവൻ സൈഡിൽ കൂടെ പോകുമ്പോൾ അമ്മ കഴിഞ്ഞ ഒക്ടോബറിൽ 38, 39, 41 ഏത് വയസ്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു? ഒരാവശ്യമില്ല. ആ ബർത്ത്ഡേ ഇവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല അവന്. എനിക്ക് പ്രേതമൊക്കെ ഉണ്ടെന്ന് ഭയങ്കര ബിലീഫാ. എനിക്ക് ദൈവത്തിനെയും വിശ്വാസമാ, പേടിയാ. പ്രേതത്തിനെയും വിശ്വാസമാ, പേടിയാ. പ്രേതത്തിന് വിശ്വാസം, പ്രേതം എനിക്കെല്ലാം ചെയ്തു തരുമെന്നല്ല, പക്ഷെ പ്രേതം ഉണ്ടെന്നുള്ളൊരു തോന്നല എനിക്ക്. ഇപ്പോഴും അച്ഛൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയും, നീ ഐറ്റം ഇപ്പൊ ഞാൻ കൊറിയോഗ്രാഫി ചെയ്താണെങ്കിൽ നീ ഐറ്റം സെറ്റ് ചെയ്തിട്ട് എന്നെ വിളിക്കാൻ പറയും. അച്ഛന്റെ കോൺഫിഡൻസ് ഡാൻസർ ആണോ. ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ടോക്ക് ലാല. ഞങ്ങളുടെ ക്രിസ്മസ് എപ്പിസോഡാണ്. ഞങ്ങൾക്ക് തോന്നിയിരുന്നു എപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആദ്യം ഇൻ്റർവ്യൂ ചെയ്യണം. ഇത് ഫോർമൽ ഇൻ്റർവ്യൂ അല്ല. ഞാനിപ്പോൾ ഇരിക്കുന്നത് എനിക്ക് ഏത് നിമിഷവും ഏത് ദിവസവും എപ്പോൾ സമയത്തും വന്നു കയറാൻ പറ്റുന്ന അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു വീട്ടിലാണ്. ഞങ്ങളുടെ ക്രിസ്മസ് എപ്പിസോഡ് ഞങ്ങളുടെ സ്വന്തം നവി ചേച്ചി. അപ്പോൾ ചേച്ചി, ഇതാണ് ഞങ്ങളുടെ പുതിയ സംരംഭത്തെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താ? നല്ലതാണോ? യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഫോർമാറ്റാണ് ഈ ചാനൽ ഫുള്ള്. പക്ഷെ ഭയങ്കര ഫോർമൽ ഇൻ്റർവ്യൂ അല്ല. ഇങ്ങനെ നമ്മളിങ്ങനെ കുറേ സംസാരിക്കും. എനിക്ക് ലക്ഷ്മിയെ വർഷങ്ങൾക്ക് മുന്നേ പരിചയമാണ്. വനിതയിലാണ് ലക്ഷ്മി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വനിതയിൽ ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയം മുതൽ എൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കുന്ന, വളരെയധികം എന്താ പറയുക, പുസ്തകങ്ങൾ വായിക്കുന്ന, നന്നായിട്ട് എഴുതാനും സംസാരിക്കാനും ഒക്കെ അറിയാവുന്ന ഒരാളാണ് ലക്ഷ്മി. അതിനേക്കാൾ ഉപരി എന്താ പറയുക, ലക്ഷ്മിയെ അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലക്ഷ്മിയുടെ ക്വാളിറ്റി ലക്ഷ്മിയുടെ സെൻസ് ഓഫ് ഹ്യൂമറാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയെയും ആര്യയും ഒക്കെ എന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്ക് അവരോടൊരു നോ പറയാൻ പറ്റാത്ത തരത്തിലുള്ളൊരു അടുപ്പം മനസ്സുകൊണ്ട് വന്നു. ബിക്കോസ് ദേ ആർ വെരി ഇന്നസെന്റ് പീപ്പിൾ, ജെന്യുവൻ പീപ്പിൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വാസമാണല്ലോ ചേച്ചി. പക്ഷെ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസസ് വെച്ച് ഞാൻ ഒരുപാട് പേരെ അങ്ങനെ ബിലീവ് ചെയ്യും. പക്ഷെ അതല്ലാന്നൊക്കെ ഒരുപാട് അല്ലാതെ വന്ന എക്സ്പീരിയൻസസ് എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ സെറ്റ് ബാക്സ് അല്ലെങ്കിൽ ഓരോ ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി ഞാൻ ആരെയും വിശ്വസിക്കില്ല, ഇനി ഞാൻ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. പക്ഷെ പിന്നെയും കയ്യിൽ നിന്ന് പോകും. എന്റെ ബേസിക് നേച്ചർ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിശ്വസിക്കും. അല്ലേ ആര്യ അവിടെ അല്ലേ? യെസ്, ഞങ്ങൾ ഇങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ വളരെ നല്ല കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീഡിയോയിൽ ഞങ്ങളിങ്ങനെ ചേച്ചി പൊട്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ മുകളിൽ എഴുതി കാണിച്ചു. നല്ല കണ്ടായിരുന്നോ? ഇല്ല, ഇത്ര പലരും ചേച്ചി കാണാറില്ല. ഞങ്ങൾ അതായത് ചേച്ചി അന്ന് എന്തോ ആ പൊട്ട ലാലാ റിലേഷനിൽ ഇന്ന് കമ്മലിട്ടോണ്ടിരിക്കുന്നു പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി കാണിച്ചു, നല്ല ലാലാ റിലേഷൻ സെപ്പറേറ്റ്. അപ്പോ ചേച്ചിനെ ശരിക്കും ഞാൻ പരിചയപ്പെടുന്നത്, ഞങ്ങള് ഭയങ്കര ക്ലോസ് ആവുന്നത് ചേച്ചി തിരിച്ചു വരുന്ന ഒരുത്തി എന്ന് പറയുന്ന സിനിമയുടെ ഇന്റർവ്യൂ ഞാനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് വനിതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അന്നിങ്ങനെ ചേച്ചി ശരിക്കും ആ ഒരുത്തി എന്ന് പറഞ്ഞ സിനിമയായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ വനിതയിൽ എഴുതിയ ഒരു സ്റ്റോറി ആയിരുന്നു ആ സിനിമയുടെ എന്താ പറയുക കണ്ടന്റ്, അതായത് ത്രെഡ് എന്ന് പറയുന്ന സാധനം. അപ്പം ചേച്ചിക്ക് ആ കഥയൊന്നും ചേച്ചി എന്നോട് പറയുന്നില്ല. അവസാനം ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കഥ ഭയങ്കര രസമുള്ളൊരു കഥയാണ് ലക്ഷ്മി. ഒരു പെൺകുട്ടി ഒരു കള്ളനെ സ്കൂട്ടർ വെച്ചിട്ട് പുറകെ വന്ന് തോപ്പിച്ച കഥയെന്നാണ്. അപ്പം ഞാൻ അപ്പോൾ എനിക്ക് കണക്ട് ആയത്. കാരണം ഓൾറെഡി ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ എന്നെ മുന്നേ വിളിച്ച് സംസാരിച്ചിട്ടാണ് ഈ കഥ സിനിമയായി മാറിയത്. പക്ഷെ അത് ചേച്ചിയാണ് അഭിനയിക്കുന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു, പേര് പോലും അറിയത്തില്ലായിരുന്നു ഒന്നും. അപ്പം വീണ്ടും അവിടെ അപ്പം ഞാൻ ഭയങ്കര എന്താ പറയുക വണ്ടറായിപ്പോയി. അയ്യോ, ശരിക്കും ഞാനത് കാരണം ആ സ്റ്റോറി എഴുതുമ്പോൾ ചെറിയൊരു സ്റ്റോറി ആയിരുന്നത്, പക്ഷെ ഞാൻ ഒരു 3 പേജിലേക്കായിരുന്നു അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് അതിനകത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ സിനിമയെ കണ്ടപ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോ പോയി കണ്ടായിരുന്നു. എന്നിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ സിനിമ. കാരണം എനിക്ക് എൻ്റെ റിയൽ സ്റ്റോറി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനുണ്ടല്ലോ ചേച്ചി, ഈ ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വെച്ചതിൽ ഏറ്റവും ആദ്യം എഴുതിയിരുന്നു, എല്ലാവരും ചോദിക്കുന്ന സാധനം ഞാൻ ചോദിക്കില്ല എന്ന്. എപ്പോഴും ചേച്ചിക്ക് ചോദിക്കുന്ന ഇപ്പം സിനിമ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ, ക്ലീഷേ ക്വസ്റ്റ്യൻസ്.
ഇനിയിപ്പോൾ ഇതിൽ ക്ലിഷ വരുമെന്ന് അറിയത്തില്ല കേട്ടോ. എന്നാലും എൻ്റെ ആ ഒരു തീരുമാനം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല തീരുമാനമാണ്. കാരണം അല്ലെങ്കിൽ നിനക്കറിയാലോ എന്തുവായിരിക്കും കേൾക്കുന്നത്. സത്യം, നമ്മുടെ ക്യാമറ കട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് എനിക്കറിയാം. ഇവരെല്ലാവരും ചേച്ചിയുടെ ടീമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വളരെ പ്രിപ്പയർ ആയിട്ട് ഞങ്ങൾക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ, ഈ വീട്ടിലാണെങ്കിൽ സംസാരിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ കുറേ കഥകൾ പറയും. ചേച്ചിയുടെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉള്ള കഥകൾ ഭയങ്കര രസമാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് കഥകൾ, ഇതുവരെ പറയാത്ത കഥകളായിരിക്കും പറയുന്നത്. എല്ലാവരും എങ്ങനെ ചോദിക്കുമല്ലോ ഇങ്ങനെ അഭിനയിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ്. എനിക്ക് അതിന് ഉത്തരം പറയാൻ പലപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടൂല. സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാന്നല്ലാതെ അയാളുമായിട്ട് അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ് ഈ ആക്ടറുമായിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ പോലും അറിയാതെ വളരെ ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു ഇൻവോളണ്ടറി ആക്ഷൻ. അപ്പം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പലപ്പോഴും ഈസിയല്ല. അതെ, പക്ഷെ ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ള കാര്യം എന്താ പറയുക, എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ചേച്ചി ഇവിടെ ഒരു സൗണ്ട് കേൾക്കാട്ടോ, നമ്മുടെ ഈ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് പുറകിൽ. പക്ഷെ അതെന്താ പറഞ്ഞാൽ മുകളിൽ ഡാൻസ് നടക്കുന്നുണ്ട്, ഡാൻസ് ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നിട്ടാണല്ലോ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പം മുകളിലെ ഡാൻസ് ക്ലാസ് നിർത്തി വെക്കാൻ പറയാനുള്ള ഓപ്ഷൻ പോലും ഞങ്ങൾക്കില്ല. പക്ഷെ പാവം പിള്ളേർ വന്ന് പഠിക്കുന്നതല്ലേ, അപ്പോൾ അതാണ് സൗണ്ട്. ഇത് ഞങ്ങൾക്കിപ്പോൾ ഒരു താലാട്ട് പോലെയാണ്, ഒരു താരാട്ടമായി മാറിയല്ലേ ഈ വീടിന്റെ. ഇതെനിക്ക് ഇത് കേൾക്കുമ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, നമ്മൾക്ക് അങ്ങനെ യൂസ്ഡ് ആണ്. ചവിട്ടുന്ന സൗണ്ട് ഇവിടെ എപ്പോഴും ഈ ഒരു സമയങ്ങളിൽ, കാരണം കുട്ടികൾ കളിച്ചില്ലെങ്കിൽ എന്റെ കളി ഉണ്ടാവും അവിടെ. അച്ഛനമ്മയ്ക്ക് ഏത് നേരവും ഈ ചവിട്ടും. ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു പഠിപ്പിസ്റ്റായിരുന്നു. പക്ഷെ ഇതേപോലെ തന്നെ അഭിനയവും പഠിത്തവും ഒരുപോലെ കൊണ്ടുപോയി. അതൊന്ന് പറയാമോ എങ്ങനെയായിരുന്നു എന്നുള്ളത്? ആക്ച്വലി എൻ്റെ ഉത്തരം കറക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞാണ്. അച്ഛൻ നല്ല രസകരമായിട്ട് അതിൻ്റെ കഥ പറയും. കാരണം ഞാൻ ലൊക്കേഷനിൽ പുസ്തകം എല്ലാം വലിച്ചു വരി കൊണ്ടുപോകും. അതുകൊണ്ട് 3 പെട്ടിയൊക്കെ സാധനങ്ങളുണ്ടാവും. അപ്പോൾ കാരണം കുറേ നാളത്തേക്കല്ലേ, ചിലപ്പോൾ ഒരു പടം കഴിഞ്ഞ് അടുത്ത പടവും കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ ഈ ഇതൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഞാനിത് തുറന്നു പോലും നോക്കാറില്ല പുസ്തകം. അപ്പം അച്ഛൻ ചോദിക്കും, നീ കിടക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ നിൻ്റെ തലയിൽ കയറാണോ എന്ന് അച്ഛൻ കളിയാക്കി ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ എല്ലാ അച്ഛനും അമ്മയ്ക്കും ഞാൻ സിനിമയിലേക്ക് വന്നപ്പോൾ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു 3 കാര്യങ്ങൾ. ഒന്ന് അവർ മേടിച്ച വാക്കാണ്, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിക്കില്ല. 2 മൊബൈൽ ചോദിക്കില്ല. 3 ഞാൻ പഠനം നിർത്തില്ല എന്നുള്ളത്. അപ്പം ഇത് ഞാൻ അങ്ങ് പാലിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് എന്നെ അഭിനയിക്കാൻ അനുവദിച്ചത്. അതായത് 10th കഴിഞ്ഞപ്പോൾ അല്ലേ ഇഷ്ടത്തിലേക്ക് വരുന്നത്? 10th പരീക്ഷ കഴിഞ്ഞിട്ട്. 10th ഭയങ്കര സ്കോറാണ് കേട്ടോ. ആ സ്കോർ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത്രയും സ്കോർ ചെയ്തിട്ടുണ്ട്. മാർക്ക് 550 അല്ലേ? 550 റാങ്ക് ഉണ്ടായിരുന്നു അന്ന്? ഇല്ല. ഷാസ് 550 ഒക്കെ റാങ്ക് ലിസ്റ്റിൽ വരത്തില്ല ആദ്യത്തെ 10 റാങ്കിൽ? 568 വേണം. എന്നിട്ട് പിന്നെ സിനിമ, പിന്നെ +2 ഒക്കെ അതിന്റെ കൂടെ പോയി അല്ലേ, നല്ല എല്ലാ മാർക്കോട് കൂടിയിട്ട്. അതെങ്ങനെയാ അപ്പോൾ ശരിക്കും എങ്ങനെയാ പഠിച്ചോണ്ട്? 1 മാസമൊക്കെ ബ്രേക്ക് എടുക്കും. അച്ഛൻ ഒരു സിനിമയും കമ്മിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആ സമയത്ത് പിന്നെ പഠിക്കാൻ നിർബന്ധിതയാണ് ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് ആയതുകൊണ്ട് പിന്നെ അമ്മ കുറേ ട്യൂഷൻസൊക്കെ അപ്പോഴത്തേക്കൊക്കെ സാർമാരെയൊക്കെ എല്ലാം അമ്മ ടീച്ചർ ആയതുകൊണ്ട് പല ടീച്ചേഴ്സിനെ നല്ല പരിചയമാണല്ലോ. അപ്പോൾ എല്ലാവരും അറേഞ്ച് ചെയ്ത് രാവിലെ മുതൽ ട്യൂഷൻസ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 വിഷയം അല്ലെങ്കിൽ 7 വിഷയമാണെങ്കിൽ അതിനൊരു 4 ദിവസം വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ ഒരു 28 ഡേയ്സ് ആവും. അപ്പം പഠിക്കുന്നതും റിവിഷൻ ചെയ്യുന്നതും എല്ലാം ഇന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ സാറിൻ്റെ അടുത്ത് പോയി പഠിച്ചത് ഇന്ന് ഉച്ചോട്ട് വൈകുന്നേരം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ പഠിക്കുന്ന കാര്യം. ഡാൻസും അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഇല്ല. ഇത് എക്സാമിൻ്റെ സമയത്ത് ആ 1 മാസം വേറെ ഒന്നും ഞാൻ ചെയ്യത്തില്ല, ഫുൾ പഠിത്തം മാത്രം. ഒരു 30 ദിവസം ബ്രേക്ക് ഉണ്ടെങ്കിൽ അതിലെ ഒരു 30 ദിവസവും ഫുൾ രാവിലെ തൊട്ട് ഉച്ചവരെ ഏതെങ്കിലും ഒരു സാറിൻ്റെ വീട്ടിൽ പഠിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് ഉച്ചയ്ക്ക് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് ഒരു 1 hour ഉറങ്ങിയിട്ട് പിന്നെ രാത്രി മുഴുവൻ ഇരുന്ന് പഠിപ്പിച്ചെല്ലാം പഠിക്കും. അങ്ങനെ ഒരു 1 month എടുത്തിട്ടാണ് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് എക്സാംസ് എഴുതും. +2 അപ്പോൾ ചേച്ചി പോയിട്ടുണ്ടോ? സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ? ഫസ്റ്റ് ഇയറിൽ പോയിട്ടുണ്ട് കുറച്ചൊക്കെ. +1 അല്ല +1 കുറച്ച് പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കൊക്കെ പിന്നെ സിനിമയിൽ ഭയങ്കര ബിസി ആയി. പക്ഷെ എക്സാം എഴുതാൻ പോകും. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ്, പിന്നെ അത് സ്കൂളിൻ്റെ ഒക്കെ പെർമിഷനോട് കൂടി തന്നെയായിരുന്നു അങ്ങനെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തു, കറസ്പോണ്ടൻസ് ആയിരുന്നു. പിന്നെ MBA. എനിക്കിതൊന്നും ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പഠിക്കാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും പിള്ളേരുണ്ടോ? അതുപോലെ തന്നെയായിരുന്നു ഞാനും. അങ്ങനെ പഠിക്കാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് എന്താണ് ആക്ച്വലി നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മുടെ ഒരു നോളജ് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ധാരണയൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് വരുന്നത്. നമ്മൾ ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടാവും. നമുക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് നേടണം, നമുക്ക് സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക്
പൈസ ഉണ്ടാക്കണം, രക്ഷപ്പെടണം, ലൈഫിൽ സക്സസ്ഫുൾ ആവണം എന്നാണല്ലോ നമ്മളെ ചെറുതിലെ തൊട്ട് നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആവണം എന്നുള്ളതൊന്നും അതൊക്കെ ഒരു ലേറ്റർ സ്റ്റേജിലാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ലക്ഷ്യമുള്ളൂ, നമുക്ക് സക്സസ്ഫുൾ പേഴ്സൺ ആവണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ആണ് ശരിക്കും. അല്ല, അപ്പം സിനിമയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ചേച്ചിക്ക് എന്തായിരുന്നു വേറൊരു ആഗ്രഹം ഉണ്ടാവില്ല? എന്താണെങ്കിലും ടീച്ചറോ ഡോക്ടറോ? അത് ഭയങ്കര കോമഡിയാ ഉദയനാണ്. അല്ല, ഡോക്ടർ ആയിരിക്കും അല്ലേ? അല്ല, മറ്റേ IAS ഹിസ്റ്ററി. എന്റെ മുന്നേ ശരിയാ, ചേച്ചിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. മാത്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്. അത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എനിക്ക് ഹിസ്റ്ററിയാണ്. IAS ആയിട്ട് ചേച്ചി അഭിനയിച്ചിട്ടില്ലല്ലോ, പക്ഷെ കളക്ടറായിട്ട് ചെയ്തിട്ടുണ്ടോ ഇതുവരെ വേഷം? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, RDO ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സർക്കാർ ദാത എന്ന ജയറാമേട്ടൻ്റെ ഒരു പടത്തിൽ. അല്ലായിരുന്നെങ്കിൽ IAS ആയിരുന്നു. വീട്ടിലും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതായിരുന്നു. അച്ഛന് അതിനൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ കലാപരമായിട്ടും ഭയങ്കര ചേച്ചി അല്ലേ? അന്ന് എത്ര ക്ലാസ് തൊട്ടിട്ടാണ് ചേച്ചി ഡാൻസ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്? 2ാം ക്ലാസ്, 7 വയസ്സായിരിക്കും. 1ലോ 2ലോ പഠിക്കുമ്പോഴാണ് ഡാൻസ് പഠിക്കുന്നത്. 2ലാന്ന് എനിക്ക് തോന്നുന്നു. 4ാം ക്ലാസ്സിലായിരുന്നു എൻ്റെ അരങ്ങേറ്റം. ഈ പിന്നെ ഫസ്റ്റ് കോളൊക്കെ വന്നത് ചേച്ചിക്ക് ഓർമ്മ? ഇപ്പം ഇത് കഴിഞ്ഞിട്ടേ ഇഷ്ടത്തിലേക്കൊക്കെയുള്ള കോളൊക്കെ വന്നത് ആ സമയം ചേച്ചി ഉണ്ടായിരുന്നോ വീട്ടിൽ? എങ്ങനെയായിരുന്നു അതൊക്കെ ഓർമ്മയുണ്ടോ? അച്ഛനായിരുന്നു അന്ന്? മറ്റേ ഫോണല്ലേ ഉള്ളൂ വീട്ടിൽ? ലാൻഡ്ലൈൻ. അതായത് മലയാള മനോരമയുടെ കവർ പേജ് ആയിട്ട് എൻ്റെ ഫോട്ടോ വന്നു. അത് കഴിഞ്ഞിക്കൊന്ന് 2-3 ദിവസം. എനിക്കാണെങ്കിൽ കവർ പേജ് വന്നപ്പോൾ തന്നെ ഞാൻ വേറെ ലെവല്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാന്ന് തോന്നുന്നു സിബി അങ്കിൾ എൻ്റെ ഫസ്റ്റ് സിനിമ ഇഷ്ടം ആണല്ലോ. അപ്പോൾ ഇഷ്ടത്തിന് അങ്ങനെ ഒരു അമേരിക്കയിൽ നിന്ന് വന്ന അമേരിക്കൻ റിട്ടേൺ ഗേൾ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ജീൻസൊക്കെ ഇട്ടാണ് അതിലിരിക്കുന്നത്. ആ ഫോട്ടോ കവർ പേജിൽ, മനോരമയുടെ വീക്കിലിയുടെ കവർ പേജിൽ. അപ്പൊ കണ്ടാ ഭയങ്കര മോഡേൺ ലുക്കാണ് അത്ര. പിന്നല്ല, ആദ്യമായിട്ട് ജീൻസ് ഇടുന്നത് ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാ. ജീൻസേ ഇട്ടിട്ടില്ല, എനിക്ക് ജീൻസും ഇല്ല സ്വന്തമായിട്ട് ആ സമയത്ത്. ആ മേക്കപ്പ് ചെയ്യുന്ന ബീന എന്ന് പറഞ്ഞ തൃശ്ശൂരിലുള്ള ഒരു ചേച്ചിയാ. ആ ചേച്ചിയുടെ ജീൻസ് ആണ് അന്നിട്ടിരിക്കുന്നത്. ആ ചേച്ചിയുടെ ടോപ്പും ആയിട്ടേക്കുന്നത്. അത് ബാക്കിൽ പിന്നൊക്കെ കുത്തിയിട്ടിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റേക്കാം. അപ്പൊ അങ്ങനെ. അല്ല, അപ്പം വീട്ടില് അതായത് എങ്ങനെയായിരുന്നു? അപ്പൊ വീട്ടിൽ ചേച്ചി എന്തായിരുന്നു ഇഷ്ടമൊക്കെ? ഇടാനൊക്കെ ഡ്രസ്സും ഒക്കെ എന്തായിരുന്നു ഇടാനൊക്കെ ഇഷ്ടം? വീട്ടിലിടാനാണ് ഭയങ്കര ഒരുപാട് ഡ്രസ്സൊന്നുമില്ല. വർഷത്തിൽ നമുക്ക് ഒരു ഡ്രസ്സ് ബർത്ത്ഡേക്കും കിട്ടും, ഒരു ഡ്രസ്സ് ഓണത്തിനും വാങ്ങിക്കും. അങ്ങനെ പിന്നെ അമ്മയുടെ സാരിയൊക്കെ വെച്ചിട്ട് ചുരിദാറൊക്കെ തയ്പ്പിച്ചു തരും. അങ്ങനെ പട്ടുപാവടയും ബ്ലൗസും ഒക്കെ ചിലപ്പോൾ അമ്മയുടെ പഴയ സാരി അങ്ങനെയൊക്കെ അതുള്ളൂ. അങ്ങനെ ഭയങ്കര ഒരുപാട് ഡ്രസ്സൊന്നും. പക്ഷെ അപ്പൊ സിനിമയിൽ ഫുള്ള് മോഡേൺ ഡ്രസ്സാ അല്ലേ ആ സിനിമയ്ക്കകത്തുള്ളത്? അതെ, അന്ന് എന്താന്ന് വെച്ചാല് അന്ന് എനിക്ക് വേണ്ടി ഒരുപാട് പൈസ ഈ കലോത്സവത്തിന് അച്ഛനും അമ്മയും ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സ് അങ്ങനത്തെ ഫാൻസിക്കൊന്നും ഈവൻ അച്ഛനും അമ്മയ്ക്കും പോലും അങ്ങനെ ചിലവാക്കാനുള്ളൊരു പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാരണം അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു വരുമാനമേ ഉള്ളൂ. അപ്പോൾ ഈ കലോത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഏർപ്പാടാണ്. അതായത് പ്രൈസ് കിട്ടിയാലും പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. ആൾക്കാർക്കൊന്നും യാതൊരു കൺട്രോളും ഇല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കലോത്സവത്തിന് പോകാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആ പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷങ്ങൾ അന്ന് ചിലവാകും. ഇന്ന് എനിക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 1.5 ലക്ഷം രൂപയൊക്കെ അതായിരിക്കില്ല, അതിലും കൂടുതലൊക്കെ അന്ന് ചിലവാകും. അന്ന് 1.5 ലക്ഷം വലിയ എമൗണ്ട് ആണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്ഥലത്തിനൊക്കെ തന്നെ ഒരു 25,000 രൂപ ഒക്കെ സെന്റിന് വിലയുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ അച്ഛനും അച്ഛൻ്റെ മെയിനായിട്ട് പഠിത്തത്തിലാണ് അമ്മയ്ക്ക് കൂടുതലുള്ള താല്പര്യം. അപ്പം അച്ഛന് ഈ കലയോടുള്ള ഒരു ഇഷ്ടം കാരണം, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇതൊക്കെ നന്നായി ചെയ്യുന്നതുകൊണ്ട് അച്ഛനത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അച്ഛൻ നല്ല കലാകാരനാണ്, പക്ഷെ അച്ഛനത് വളർത്താൻ ഉള്ള സാഹചര്യം അച്ഛൻ്റെ ചെറുപ്പത്തിൽ കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ എത്ര വരെയും അത് ചെയ്യുമോ അത്രയും എന്നെ അത് പഠിപ്പിക്കും. പഠിക്കുന്ന കാര്യത്തിലും അച്ഛനും അമ്മയും രണ്ടുപേരും പറയുമായിരുന്നു, നിനക്ക് എന്തൊക്കെ പഠിക്കണം, എവിടം വരെ പഠിക്കണം, ഞങ്ങൾ പഠിപ്പിക്കും. അതായത് പഠിക്കാനുള്ള ഹോസ്റ്റല്, പുസ്തകം, അതെല്ലാം എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അച്ഛനും അമ്മയും ചെയ്യും. പക്ഷെ കാശ് കൊടുത്ത് എവിടെയും അഡ്മിഷൻ വാങ്ങിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മോളെല്ലാം സ്കോളർഷിപ്പിൽ അതൊക്കെ വാങ്ങിച്ചാൽ അഡ്മിഷൻ നീ നേടിയെടുത്താൽ നിന്നെ ഈ ലോകത്തിൻ്റെ ഏതറ്റത്ത് വിട്ട് പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ ചെറുതായിരിക്കും മുമ്പല്ലേ ഞങ്ങളോട് രണ്ടുപേരോടും അച്ഛനും അമ്മയും പറയുമായിരുന്നു.
അപ്പോൾ അവരുടെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വലിയൊരു വീടൊക്കെ വെച്ചാനെ ആ സമയത്ത്. കാരണം എല്ലാ വർഷവും ഇതുപോലെ പൈസ ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. അതും എത്ര ഐറ്റത്തിന് പങ്കെടുക്കുന്നുണ്ടായിരുന്നു? ഞാൻ 8 വ്യക്തിഗത ഇനങ്ങളിലും 2 ഗ്രൂപ്പ് ഇനങ്ങളിലും ഉണ്ടായിരുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ്, ഓട്ടംതുള്ളൽ, തമിഴ് റെസിറ്റേഷൻ, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്സ്, കേരള നടനവും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് തിരുവാതിര. ഇത്രയായിട്ടുണ്ട്. എല്ലാം ഡിഫറെന്റ് അല്ലെ? എല്ലാത്തിനും സെപ്പറേറ്റ് സാധനങ്ങളൊക്കെ വേണ്ടേ? എല്ലാത്തിനും സെപ്പറേറ്റ് കോസ്റ്റ്യൂം. അതും സബ് ജില്ലയിലൊന്ന്, ഡിസ്ട്രിക്റ്റിലൊന്ന്, സ്റ്റേറ്റിലൊന്ന്. പിന്നെ ഓരോന്നിനും ഓരോരുത്തടത്തും പുതിയ പുതിയ ഐറ്റംസ് പഠിപ്പിക്കും. ഓരോ പുതിയ ഐറ്റംസിനും അതുകൊണ്ട് 1.5 അല്ല, എങ്ങനെ പോയാലും 2 ലക്ഷത്തിന് മുകളിലൊക്കെ ഓരോരുത്തരുടെയും ഓർക്കസ്ട്ര. അന്ന് ഓർക്കസ്ട്ര വെച്ചിട്ടാണ്. CD അങ്ങനത്തെ CD ഒന്നും ഇല്ല. അല്ലെങ്കിൽ കാസറ്റ് ഇട്ടൊന്നും പെർഫോം ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ അത് ഓരോ പ്രാവശ്യവും സാറുമാർ എറണാകുളത്തു നിന്നൊക്കെ കാറിലാണ്, ടാക്സി പിടിച്ചിട്ടാണ് നാട്ടിൽ നമ്മുടെ മുതുകുളത്ത് വന്ന് പഠിപ്പിക്കുന്നതൊക്കെ. എങ്ങനെ അച്ഛനും അമ്മയും അതൊക്കെ ബെയർ ചെയ്തെന്ന് ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ പോലും എനിക്ക് ശരിക്കും അതാ ഞാൻ പറഞ്ഞത്, ലൈഫിൽ ഞാൻ എന്തൊക്കെ കടം വീട്ടിയാലും തീരത്തില്ല ആ കടമൊന്നും. ശരിക്കും നമുക്ക് ഈ വീട്ടിൽ വരുമ്പോഴും അറിയാം ചേച്ചിയും അച്ഛനും അമ്മയും തമ്മിലുള്ള ഭയങ്കര റാപ്പുണ്ട് അല്ലേ? ഒരു ഇപ്പോഴും ഞാൻ ഒരിക്കൽ ചേച്ചിയുടെ ഡാൻസ് ഇപ്പോൾ റീസെൻ്റ്ലി കാണാൻ പോയി, അമ്പലത്തിൽ കളിച്ചപ്പോൾ ഞാൻ കാണാൻ വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു. അമ്മ താളം പിടിക്കും ഇപ്പോഴും വളരെ ടെൻഷനോട്, അതായത് ടെൻഷനോട് കൂടി താളം പിടിക്കുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. കാരണം എല്ലാ പ്രോഗ്രാമിനും വരികയും ചെയ്യും. ഫ്രണ്ട് തന്നെ ഇരുന്ന് അച്ഛനും അമ്മ എല്ലാ പ്രോഗ്രാമിനും വരും. അപ്പൊ ഞാൻ പറയും, ഞാൻ അവിടെ കളിച്ചു തന്നെ ഇവിടെ കളിക്കുന്ന സാരമില്ല. മാത്രല്ല എൻ്റെ ഗുരു പ്രിയദർശിനി ഗോവിന്ദ്. അപ്പം പ്രിയാക്ക ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്യല്ലോ. പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ അക്കാ പ്രോഗ്രാം മുടിച്ചിട്ടേക്കാ ரொம்ப നന്നാ ഇരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്യും. അപ്പോൾ ഉടനെ ചോദിക്കാം, അപ്പ എന്നെ ചുണ്ണയിൽ ചോദിക്കും അച്ഛൻ എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞാൽ മതി. പ്രിയാക്ക അച്ഛൻ ഭയങ്കര എന്താ പറയാ, ജെന്യുവൻ ആയിട്ട് അങ്ങ് ഓപ്പൺ ആയിട്ട് അപ്രണ്ട് ആയിട്ടൊക്കെ പറയുന്ന ആളാ. ഒരിക്കൽ മാതങ്കി ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, അത് കഴിഞ്ഞിട്ട് ചേച്ചി തൃപ്പൂണിത്തറ കളിച്ചില്ലേ, അന്ന് വന്നിട്ട് പറഞ്ഞു സൂപ്പർ ആയിരുന്നു അല്ലെ, അതെന്തോ പുതിയ ഐറ്റം ചേച്ചി കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു എന്തൊക്കെയാ നോക്കുന്നുണ്ടല്ലേ. ഞാൻ പിന്നെ മാതങ്കില് കളിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, ആ തീരുമാനം എടുത്തപ്പോ നിന്റെ കൈ പോയില്ല, കൈ താഴേക്കത്തില്ല. സത്യം, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അതായത് കൈ നല്ലപോലെ താഴേക്ക് പോയില്ല. അതെ അതെ, ആക്ച്വലി ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. ഞാൻ പിന്നെ അത് തന്നെ നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഞാൻ സൂര്യ ഫെസ്റ്റിവലിൽ കളിച്ചപ്പോൾ എനിക്ക് അച്ഛൻ എന്നെ അതിശയിപ്പിക്കുന്നത് അവിടേക്കാണ്. കാരണം പിന്നെ വളരെ കുഞ്ഞിലെ മോണോ ആക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഒക്കെ വെച്ച് അടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ വളരെ ചെറിയൊരു കുട്ടിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് വേറെ. ഇപ്പോഴും അച്ഛൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയും, നീ ഐറ്റം ഇപ്പം ഞാൻ കൊറിയോഗ്രാഫി ചെയ്താണെങ്കിൽ നീ ഐറ്റം സെറ്റ് ചെയ്തിട്ട് എന്നെ വിളിക്കാൻ പറയും. അച്ഛൻ്റെ കോൺഫിഡൻസ് ഡാൻസർ ആണോ ഇതൊക്കെ ചേച്ചി കളിയാക്കും. പക്ഷെ അച്ഛൻ വളരെ അങ്ങനെയല്ല, അച്ഛനൊരു ബേസിക് ആയിട്ടൊരു നല്ല എസ്തെറ്റിക്സ് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് എന്തിനെ പറ്റിയിട്ടും നമുക്ക് ഒരു ആസ്വാദകനാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാവില്ലേ. അങ്ങനത്തെ ഒരു നല്ല കലാ ആസ്വാദകനാണ് എൻ്റെ അച്ഛൻ. എപ്പോഴും എനിക്ക് അതിശയം തോന്നിയ കാര്യമുണ്ട് കേട്ടോ, ചേച്ചിയുടെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ചെറുപ്പം തൊട്ടിട്ട് ഡാൻസ് ഒക്കെ പഠിച്ച് അങ്ങനെ വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റും ഒരു ദിവസം? ഞാനും അത് തന്നെ അതിശയപ്പെടാറുണ്ട്, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് ലക്ഷ്മി ഇത്ര ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറാൻ സാധിക്കും? ആവശ്യമില്ല, എങ്കിൽ പോലും ഞാൻ പറയാലോ ചേച്ചി, ഞാൻ ചേച്ചിയെ പുകഴ്ത്തിയല്ലേ സംസാരിക്കാം, അപ്പൊ ചേച്ചിക്ക് എന്നെ പുകഴ്ത്തി സംസാരിച്ചു. അതായത് ശരിക്കും പറഞ്ഞാണല്ലോ, രാവിലെ എണീക്കുമ്പോൾ തൊട്ടിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട്, ഇങ്ങനത്തെ മനുഷ്യന്മാരെ നമ്മൾ വളരെ റയറായിട്ടേ കാണുള്ളൂ. നമുക്കൊക്കെ എന്താ പറയുക, നമ്മൾ രാവിലെ എണീറ്റ് എന്താണോ സംഭവിക്കുന്നത് അതുപോലെ. ഇതങ്ങനെയല്ല. തലേ ദിവസം ഇന്നലെ എന്നോട് പറഞ്ഞു എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവസാനം, അത് ആദ്യം കുറേ ജാടി ഇറക്കി ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം ക്വസ്റ്റ്യൻ ഒക്കെ അയക്ക്, ഞാൻ നോക്കട്ടെ, വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണോ എന്നൊക്കെ. എനിക്കറിയാം അത് 12 മണിയാണല്ലോ 1 മണിയാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ ഒരു വിധത്തിൽ ക്വസ്റ്റ്യൻ സെറ്റാക്കി വെച്ചു. ഇന്ന് 3 മണിക്ക് അയച്ചത് നീ? ഞാൻ അയച്ചില്ല, പക്ഷേ കൊടുത്താൽ മതിയല്ലോ. ഇതുപോലെ നമ്മൾ ചെറിയ കാര്യം നമ്മൾ ഈ കസാരല്ല ചേച്ചി, അത് അറിയില്ലായിരിക്കും, വെറുതെ അറിയുകയും ചെയ്യും, അത് ചോദിക്കുകയും ചെയ്യും. ചേച്ചിയുടെ മെമ്മറി കാർഡ്, കുറച്ച് മെമ്മറി കാർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു കഷ്ടകാലം പിടിക്കാൻ.
കറക്റ്റ് കണക്കുണ്ട്. ആ മെമ്മറി കാർഡ് കഴിഞ്ഞ 23-ാം തീയതി ഉച്ചയ്ക്ക് 2:30 നീ ഇവിടുന്ന് ആ മെമ്മറി കാർഡ് കൊണ്ടുപോയി. ആ മെമ്മറി കാർഡ് എവിടെ? ഇത്രയും കാര്യങ്ങൾ പുള്ളിക്കാരത്തി ഇതെങ്ങനെയാ നടക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു? അതാണ് അല്ല സത്യം. ഇതൊക്കെ എല്ലാവരോടും ചോദിച്ചോ. എല്ലാ ദിവസവും ഇവിടെ അടി നടക്കുന്ന ഈ കാര്യമാണ് മെമ്മറി കാർഡ്. മെമ്മറി കാർഡാണ് ഈ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട വസ്തു. അതായത് ഇവരെ പോലെ ഇത്ര ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി സത്യം നിങ്ങളോട് പറയാം. അതായത് വടി വെച്ചെടുത്ത് കൊടയില്ലാത്ത അവസ്ഥ, വടി വെച്ചെടുത്ത് കൊട വെക്കാത്ത അവസ്ഥ. അതായത് മെമ്മറി കാർഡ് വാങ്ങിക്കും, അത് എടുക്കാൻ മറക്കും, പിന്നെ അവിടെ വെക്കും. എവിടെ? ലാലയുടെ ഓഫീസിലാണ്. പിന്നെ ഒരു ദിവസം വരുമ്പോൾ എവിടെ? അത് പിന്നെ ആര്യയുടെ ബാഗിനകത്താണ്. അപ്പൊ ആര്യയുടെ ഏത് ബാഗിലാ? ആ ബാഗ് ഇപ്പൊ അവളുടെ അമ്മയുടെ വീട്ടിലാ. ഞങ്ങൾ 5 മെമ്മറി കാർഡ്, ചേച്ചിക്കാകെ 2 മെമ്മറി കാർഡേ ഉള്ളൂ. പക്ഷെ അതിന്റെ എന്താ പറയാ പ്രശ്നം ഇല്ലാതിരിക്കാൻ ഞങ്ങൾ 5 മെമ്മറി കാർഡ് മേടിച്ചിട്ടുണ്ട്. 5 മെമ്മറി കാർഡ് 128 GB മേടിച്ച് അത് വർക്കും ചെയ്യത്തില്ല. ഞാൻ എന്നിട്ട് അവസാനം പിന്നെ 256 മേടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയും കൂടെ പറ. പിന്നെ അതുപോലെ നിങ്ങൾ കേൾക്കണം, ഒരു ദിവസം വന്നിട്ട് ഒരു മീറ്റിംഗ്, ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മൊത്തം ഇരുന്ന് കാര്യങ്ങൾ മിനിറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് മീറ്റിങ്ങിന്റെ ഫുൾ കണ്ടന്റ് വന്നിട്ട് ഐപാഡിൽ ആര് എഴുതി വെക്കുക. എന്നിട്ട് ആയിക്കോട്ടെ എല്ലാം അങ്ങനെ ജാടയിലൊക്കെ ഐപാഡിൽ എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ബുക്കിൽ നോട്ട് ചെയ്യണോ? വേണ്ട 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 ചേച്ചി, ഞാൻ ഇതെല്ലാം മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്ത് ചേച്ചി ഐപാഡ് ചേച്ചി ഐപാഡ് എന്നൊക്കെ പറഞ്ഞ് തള്ളി. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. പോയി. ഞാൻ പിറ്റേ ദിവസം കറക്റ്റായിട്ട് ചോദിച്ചു, മിനിറ്റ്സ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ചേച്ചി ഞാൻ ഇപ്പം അയക്കും. അങ്ങനെ പോയി 1.5 ആഴ്ച കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞു, ഐപാഡിന് ചാർജ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, നിന്റെ ഐപാഡ് ചാർജർ കുത്തിയാ കയറൂല്ലേ? ചാർജർ ഇഞ്ചി കടിച്ചു. ഇഞ്ചി എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിലെ പട്ടിക്കുട്ടി. അപ്പം ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഐപാഡിന് ചാർജ് ഉണ്ടാക്കി കൊടുത്ത് ആ മിനിറ്റ്സ് വാങ്ങിക്കണം. ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മള് ഇവര് യൂട്യൂബിന്റെ ആ ഐപാഡ് കാണും. അപ്പം കട്ടില്ല. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കട്ടും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ വരുമ്പം. ഞാൻ ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കുന്ന പോലെ എന്താണ് മെമ്മറി കാർഡ് എടുത്തോ, അല്ലെങ്കിൽ പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഇങ്ങനെ വരും ഷൂട്ട് ചെയ്യാനായിട്ട്. മെമ്മറി കാർഡ് ഇല്ലാതെ ക്യാമറ വരെ ഇല്ലാതെ വന്നു. അപ്പൊ ഇനി ചോദിച്ചാലോ, സ്വിഗ്ഗിജിന് ജയിക്കാൻ ചേച്ചി, സ്വിഗ്ഗിജിന് ജയിക്കാം. അപ്പൊ സമയം വെറുതെ പോകത്തില്ലേ? സത്യം. ചേച്ചി ടൈം മാനേജ്മെന്റ് പറയാതിരിക്കാൻ വയ്യ. പുലിയാണ് പുലി. എങ്ങനെ ഇത് എവിടുന്ന് കിട്ടിയ ഒരു ശീലോ? അറിയത്തില്ല. ചിലപ്പോ അച്ഛനും അമ്മയൊക്കെ അച്ഛൻ ഭയങ്കര പങ്ക്ച്വലാ, എല്ലാ സ്ഥലത്തും കറക്റ്റ് സമയത്ത് പോകണമെന്ന്. അച്ഛൻ്റെ കണക്ക് പ്രകാരം ഞാൻ വളരെ കറക്റ്റായിട്ട് പോവാത്ത ആളാണ്. പക്ഷെ ഞാനത് അച്ഛനിൽ നിന്ന് പഠിച്ച് ഞാൻ എപ്പോഴും ഒരു സ്ഥലത്ത് കറക്റ്റ് സമയത്ത് ചെല്ലണം. അങ്ങനെ നമ്മളുടെ പിന്നെ എനിക്കത് ഇപ്പം ഞാൻ സിനിമയ്ക്ക് പോവാണെന്ന് വിചാരിച്ചു, അതെൻ്റെ ലെഷർ ടൈമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതിന് ഞാൻ ചിലപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ പോകും, ചിലപ്പോൾ തിയേറ്റർ മാറിപ്പോവും. അങ്ങനെയൊക്കെ അത് സ്ഥിരം. ഇത് സായിയോട് ചോദിച്ചാൽ അതിൻ്റെ സത്യം അറിയാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് സിനിമയൊക്കെ ഞാനത് ഇറ്റ്സ് മൈ ഫ്രീ ടൈം. ഇപ്പം ഞാൻ എന്ത് ചെയ്യും. പക്ഷെ പ്രൊഫഷണലായിട്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് എന്തോ മനസ്സിൽ ഭയങ്കര നിർബന്ധമാണ് കറക്റ്റായിട്ട് പ്രൊഫഷണൽ ആയിരിക്കണം. വളരെ ടൈം മാനേജ്മെൻ്റ് ആണ് ഒരു വ്യക്തിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ടൈമിനെ നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ അതെങ്ങനെയൊക്കെയോ പോവും. ചേച്ചി ഇങ്ങനെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ചേച്ചി ചെന്നൈയിൽ പോയി ഡാൻസ് പഠിക്കുന്നുണ്ട്, പിന്നെ ഇപ്പം പുതുതായിട്ട് ചിത്രം വരയ്ക്കാൻ പഠിക്കുന്നുണ്ട്. അതായത് ജീവിതത്തിൽ എവിടെയോ 1/2 മണിക്കൂർ ഫ്രീ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആ 1/2 മണിക്കൂർ ഫില്ല് ചെയ്യാൻ ചിത്രം വരയ്ക്കാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ. എന്നിട്ട് ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം വരച്ച് കാണിച്ചു. ഞാൻ ചോദിച്ചു, അറിയാതെ ഞാൻ ചോദിച്ചു പോയി, ഗ്യാസ് കുറ്റിയാണോ? പറഞ്ഞു അല്ല, ചോറ്റു മാത്രമാണ്. അപ്പൊ ഞാനൊന്നും ആ വഴിക്ക് പോയില്ല. എന്നൊന്നും മിണ്ടാൻ തട്ടുള്ള പാത്രമാണ് അത്. റിയൽ ആയിട്ട് അതെവിടുന്ന് ഇപ്പൊ പഠിക്കുന്നത്? അതൊന്ന് പറഞ്ഞേ. എങ്ങനെയൊക്കെയാ? അതൊരു ഉപദേശം കൂടിയാണ്. ഞങ്ങൾ എപ്പോഴും ഉപദേശിക്കുന്നത്. ഞങ്ങൾ മാത്രം സഹിച്ചാൽ പോലോ, കുറച്ച് നിങ്ങളും എങ്ങനെയാ ഈ ഒരു ഇതെങ്ങനെയാ, അതെങ്ങനെയാ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് മൊത്തത്തിൽ? മൊത്തത്തിൽ ചേച്ചി എങ്ങനെയാ? ഇവിടെ സന്ധി ചേച്ചി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കുറെ പണിയൊക്കെ ആ വഴിക്ക് അങ്ങ് പോയിക്കോളും. എനിക്കൊരു 5 മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അത് ചില ആൾക്കാർക്ക് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം, അധികം കാര്യങ്ങളൊക്കെ ചെയ്യാതെ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്.
അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ജീവിക്കാം, അതിലൊരു തെറ്റുമില്ല. ബിക്കോസ് അവരതിൽ കണ്ടന്റഡാ, ഹാപ്പിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പി ആവുന്നത് ഞാൻ നല്ല തിരക്കായിട്ടിരിക്കും, ബിസി ആയിട്ട്. ഇത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യണം, ഒരു ദിവസം കംപ്ലീറ്റ് പ്രീ പ്ലാൻ ചെയ്യണം, എന്നിട്ട് അതൊക്കെ എൻ്റെ ടാർഗറ്റ്സ് ഒക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് രാത്രി ഉറങ്ങുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, ഓ ഐ ഹാഡ് എ പ്രൊഡക്റ്റീവ് ഡേ. അല്ലാതെ ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്ന പിന്നെ എനിക്ക് രാത്രി വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പം ഞാൻ രാവിലെ ഇത്ര സമയം വർക്കൗട്ട്, അത് കഴിയുമ്പോൾ സ്വിമ്മിങ്, അത് കഴിയുമ്പോൾ എൻ്റെ പ്രാക്ടീസ്, അങ്ങനെ ഇപ്പം വീട്ടിലിരിക്കുന്ന സമയം സ്വിമ്മിങ്ങിന് അടുത്ത ഒരു എന്റർടൈൻമെന്റ് അതാണ് സ്വിമ്മിങ്ങിന്. അപ്പോൾ അല്ല ഞാൻ ചോദിക്കട്ടെ, അത് സ്ട്രെസ് അല്ലേ ശരിക്കും? നമുക്കപ്പോൾ രാത്രി ഇപ്പോൾ ഇന്നിപ്പോൾ വെറുതെ ഇരുന്നു, അപ്പോൾ ചേച്ചിക്ക് അതിങ്ങനെ ടെൻഷൻ ആവില്ലേ? പക്ഷേ ഇന്ന് എൻ്റെ ദിവസം പോയി അല്ലേ? എനിക്കൊരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ എനിക്കതൊരു സ്ട്രെസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പക്ഷെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ചിലപ്പോൾ ഞാൻ വളരെയധികം എക്സോസ്റ്റഡ് ആയി ഒരു ദിവസം, അപ്പോൾ എനിക്ക് രാവിലെ ചിലപ്പോൾ വർക്കൗട്ടിന് ഇപ്പോൾ ഒരു ദിവസം വർക്കൗട്ട് ചെയ്തപ്പോൾ ഭയങ്കര പുഷപ്പ് മാത്രമായിരുന്നു 1 hour ചെയ്തപ്പോൾ എനിക്ക് പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, വേദന കാരണം. അപ്പം അന്ന് ഞാൻ എൻ്റെ ബോഡിക്ക് അങ്ങ് റെസ്റ്റ് കൊടുക്കും. അപ്പം ഞാൻ എന്നോട് തന്നെ പറയും, ഓക്കെ എൻ്റെ ബോഡി നീഡ്സ് റെസ്റ്റ്, അപ്പോൾ ഇറ്റ്സ് ഓക്കെ ഞാൻ ഇന്നൊന്നും ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ അങ്ങനത്തെ ഒരു വട്ട എനിക്ക്. സോ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ദെൻ ഐ ഡോണ്ട് ഫീൽ. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് തൊട്ട് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഉച്ച തൊട്ട് പിന്നെ ഞാൻ പിടിക്കും. ഹോൾ ഡേ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു നഷ്ടമാണ്. അതുപോലെ ഞാൻ എപ്പോഴും വിചാരിക്കും, ഇങ്ങനെ ഒരുപാട് സ്റ്റേജുകൾ ഡാൻസ് ഇപ്പോൾ ചെറുപ്പം തൊട്ട് ഇപ്പോൾ വലുതായിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യില്ലേ, അങ്ങനെ ഓർത്തിരിക്കുന്ന സ്റ്റേജ് ഉണ്ടോ? സപ്പോസ് ചിലപ്പോൾ അതൊരു വേദനയായിട്ട് എങ്ങനെയെങ്കിലും, അതായത് ഒരിക്കൽ നമുക്ക് താഴെ ഇരിക്കുമ്പോൾ ചേച്ചിയുടെ കമ്മലൊക്കെ ഊരി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ ടെൻഷനാണ്, ഇത് കാലിലെങ്ങാൻ കയറുമോ. ഒരു തവണ ഏതോ സ്റ്റേജിൽ വെച്ചിട്ട് എനിക്കിങ്ങനെ കയ്യിൽ വളയോ എന്തോ ഒരു സാധനം ഊരിയപ്പം ഇത് ഊരിപ്പോവോ താഴേക്ക് പോവോ, അങ്ങനത്തെ ടെൻഷൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ ഡാൻസ് ചെയ്യുമ്പോൾ സ്റ്റേജിൽ? ഡാൻസ് ചെയ്യുമ്പം എനിക്കുള്ളൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ചിലങ്ക വന്നിട്ട് എപ്പോഴും ചിലങ്കയുടെ ഇങ്ങനെ മണി ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് മണി ഇങ്ങനെ തൂങ്ങി വരും. പണ്ടാണെങ്കിൽ ചിലങ്ക മേക്കിംഗ് നല്ല ഇതായിരുന്നു, അപ്പോൾ അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാ, അത് പഴയ പോലെ അല്ലല്ലോ, ഇപ്പം എല്ലാം ചെയ്യുന്നതിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ചിലങ്കയുടെ മണികൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും താഴോട്ട്. അപ്പം എൻ്റെ കാലിൻ്റെ ഈ മുകൾ ഭാഗത്ത് വന്നിട്ട് അത് ഹിറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. അങ്ങനെ ഹിറ്റ് ചെയ്തിട്ട് മിക്കവാറും എൻ്റെ കാല് മുറിയും. അപ്പം എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് വളരെ വേഗം മുറിയും. അപ്പം അങ്ങനെ ആ മുറിയലാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം. ഇപ്പം റീസെൻ്റായിട്ട് ഏറ്റവും കൂടുതൽ മുറിഞ്ഞത് എനിക്ക് ഒന്ന് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ. അത് ഞാൻ പിന്നെ കംപ്ലീറ്റ് ബ്ലീഡ് ചെയ്ത് സ്റ്റേജിൽ ചോരയൊക്കെ ആയി, പിന്നെ അകത്ത് പോയി ഫസ്റ്റ് എയ്ഡ് പറഞ്ഞ് പിന്നെ അവസാനം ഞാൻ മറ്റേ വെള്ള തുണിയൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെയാണ് ഞാൻ പ്രോഗ്രാം ചെയ്തത്. അത് മുഖത്ത് കാണിക്കാൻ പറ്റത്തില്ല, ആ വേദന അത് നമ്മൾ അറിയത്തില്ല. ബിക്കോസ് ഇങ്ങനെ ബ്ലഡ് റഷ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമല്ലേ, വേദന നമ്മളപ്പോൾ അറിയത്തേ ഇല്ല. അതിപ്പോൾ എനിക്കെന്നല്ല, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആരുടെ ഓൺ സ്റ്റേജിൽ ഇച്ചിരി മുറിഞ്ഞാലും നമ്മൾ ഭ്രമിച്ചാലേ ഉള്ളൂ, അത് കണ്ടിട്ട് പരിഭ്രമിക്കുമല്ലോ. പരിഭ്രമിക്കും ബിക്കോസ് ചോര കാണുമ്പോൾ ഉള്ളൊരു, അതല്ലാതെ ആക്ച്വലി വേദന എടുക്കത്തില്ല. ഇല്ല. ചേച്ചി ചെന്നൈയിൽ അപ്പോൾ ശരിക്കും ഡാൻസ് എന്താ പുതിയ പുതിയ ആണോ പഠിക്കുന്നത്? പ്രിയ മാമുമായിട്ട് എങ്ങനെയാ, എന്തൊക്കെയാ പഠിക്കുക? പ്രിയക്കേൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ നൃത്തം മാത്രമല്ല, പ്രിയക്ക എനിക്ക് ഗുരുവാണ്, എൻ്റെ ലൈഫിൻ്റെയും കൂടി ഗുരുവാണ്. പ്രിയക്ക എന്ന് പറഞ്ഞാൽ ഒരു എപ്പിറ്റമാണ്, നമുക്കൊരു മെന്റർ പോലെ. ഒന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒന്നല്ല, അവരുടെ ജീവിതം തന്നെ നമുക്കൊരു പാഠമാണ്. ഇറ്റ്സ് എ ലെസൺ. അവരുടെ സൊഫിസ്റ്റിക്കേഷൻ, ഗ്രേസ്, അതായത് പ്രിയക്കനെ പറ്റി എല്ലാവരും പറയുന്നതാണ്, അതായത് ഗ്രേസ് പെർസോണിഫൈഡ് ഓൺ സ്റ്റേജ് ആൻഡ് ഓഫ് സ്റ്റേജ് എന്ന് പറയും. അതായത് സ്റ്റേജിലും ഗ്രേസിൻ്റെ ഒരു ഒഴുക്കാണ്, അത് റിയൽ ലൈഫിലും അത്രയും പ്ലസൻ്റ് ആണ്, അത്രയും ഹമ്പിളാണ്, അത്രയും റൂട്ടഡ് ആണ്, അത്രയും സ്നേഹനിധിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയും, സായിക്കുട്ടനെ പറ്റി പറയുമ്പോൾ ഹീ ഈസ് മൈ ഗ്രാൻഡ് സൺ എന്ന് പറയും, അവൻ എൻ്റെ ചെറുമകനാണ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഞാൻ മകളാണെന്നല്ലേ ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം എനിക്ക് ഞാൻ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന നർത്തകി, ജീവിതത്തിൽ എൻ്റെ ഗുരുവായിട്ട് വരിക, അല്ലെങ്കിൽ എന്നെ മകളെ പോലെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ മുജ്ജന്മ സുഹൃത്താണ്. ചേച്ചി എങ്ങനെയാ പ്രിയക്കയിലേക്ക് എത്തിയത്? പ്രിയക്കനെ എങ്ങനെയാ പരിചയപ്പെടുന്നത്? ഇവിടെ എൻ്റെ മാതങ്കി സ്കൂളിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് സൂര്യകൃഷ്ണമൂർത്തി സാറ് വഴിയാണ് ഞാൻ പ്രിയക്കയാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്, മാതങ്കി ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അക്കയുടെ ഒരു വർക്ക്ഷോപ്പോട് കൂടിയാണ്, അന്നാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്.
ശരിക്കും കുറേ വർഷത്തെ പരിചയം പോലെയാണ് അതെ അതെ, ഞാൻ പരിചയപ്പെടുമ്പോ തന്നെ അക്കയ്ക്ക് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു, കണക്ട് ആയി. എന്നോട് പറഞ്ഞു ഞാൻ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കുട്ടിയാണ്, നീ നല്ല സ്വഭാവം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോയത്. പക്ഷേ ഞാൻ എന്നെ പഠിപ്പിക്കുമോ എന്നുള്ളതൊക്കെ ഇങ്ങനെ മെല്ലെ ചോദിച്ചിട്ട് എൻ്റെ ഡാൻസ് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 1.5 മാസം എടുത്തു എനിക്കതിനൊരു മറുപടി കിട്ടാൻ വേണ്ടി. പക്ഷേ ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും 2 ദിവസം കൂടുമ്പോഴും അക്ക വീഡിയോ കണ്ടോ, അക്ക വേറെ, പിന്നെ അടുത്ത അയക്കുമ്പോൾ അത് ചോദിക്കില്ല, അക്ക സുഖാണോ, പിന്നെ അക്ക UK-ലോ US-ലോ എന്തോ ആയിരുന്നു ആ സമയത്ത്, അക്ക ഇപ്പൊ അവിടെ എത്രയാ സമയം, ആർ യു സ്ലീപ്പിംഗ്, അപ്പൊ ഇതൊക്കെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാ. പക്ഷെ എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ അന്ന് അയച്ച വീഡിയോ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ അവിടെ ഇപ്പം ഞാൻ എത്രയോ വ്യത്യാസമുണ്ട്. അതാണ് അവർക്ക് ആ ഒരു സ്പാർക്കാണ് ഫീൽ ചെയ്യുന്നത്. സോ എന്നോട് പറഞ്ഞത്, യു ഹാവ് ഗോട്ട് എ ഫ്ലെയർ ഫോർ ഡാൻസിങ് നവ്യ, കം ടു ചെന്നൈ എന്നാ പറഞ്ഞത്. ആ കം ടു ചെന്നൈ ഇപ്പോഴും എനിക്ക് ആ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ എൻ്റെ എനിക്ക് വളരെ ഞാനിങ്ങനെ ചെറിഷ് ചെയ്യുന്ന, ട്രഷർ ചെയ്യുന്ന വേർഡ്സാണ്. കാരണം ഞാൻ അത്രയും സ്നേഹിക്കുകയും ഇപ്പം ചിലപ്പോൾ നമുക്കുണ്ടല്ലോ ചില കലാകാരന്മാരോട് വല്ലാത്തൊരു ആരാധന ഉണ്ടാവും, പക്ഷെ നമ്മൾ അവരെ പേഴ്സണലി കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആരാധന കുറയും. പ്രിയാക്കയുടെ കേസിൽ അങ്ങനെയല്ല, നമ്മൾ ആരാധിച്ച ആ വിഗ്രഹം ഒരു തുള്ളി പോലും ഉടയാതെ, അതിപ്പോ ഞങ്ങൾക്ക് പോലും ചേച്ചി പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ പ്രിയാക്കിന്, പക്ഷെ കണ്ടപ്പോൾ പിന്നെയും നമ്മൾ ആരാധിച്ചു പോകുന്ന ഒരു ഭയങ്കര ഗ്രേസാ. പറഞ്ഞ പോലെ ആദ്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഗ്രേസ് ഫീൽ ആയി, ഒരു അന്യത്വം ഫീൽ ചെയ്യത്തില്ല, നമുക്ക് അടുത്തറിയാവുന്ന ആരോ. സ്നേഹമാണ്, കമ്പാഷനേറ്റ് ആണ്, സ്നേഹമാണ് പ്രിയാക്ക, വളരെ ജെന്യുവൻ ആണ്. പ്രിയാക്കയുടെ ജീവിതം പ്രിയാക്ക നമ്മളെ പഠിപ്പിക്കാതെ പഠിപ്പിക്കും. ഇപ്പോൾ നമ്മളുടെ ഡാൻസ് മാത്രമല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രിയാക്കയ്ക്ക് അറിയാം. എൻ്റെ ലൈഫിൽ എനിക്ക് നന്നാവണം, ഞാൻ ഓരോ കാര്യം ചെയ്യണം, സിനിമയുടെ കാര്യം, സ്ക്രിപ്റ്റിൻ്റെ എല്ലാം, ഞാൻ കേട്ട കഥകൾ വരെ, ഞാൻ ഏതൊക്കെ സ്ക്രിപ്റ്റ് ഇപ്പോൾ കേട്ടു എന്ന് വരെ അക്കയ്ക്ക് അറിയാം. അത്രയ്ക്കും എനിക്കൊരു സ്പേസ് അക്കയുടെ ജീവിതത്തിൽ തരാമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഞാൻ എൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ എത്രയോ മുകളിലാണ്. ഞാൻ എൻ്റെ ലൈഫിലൊരു അച്ഛനും അമ്മയും പോലത്തെ ഒരു പാർട്ട്, അതാണ് എനിക്ക് പ്രിയാക്ക. അപ്പോൾ ആ ഗുരു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു അർത്ഥം തന്നെയാണ്. അല്ല, അത് ചേച്ചി പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ സായി പറഞ്ഞ പോലെ ചേച്ചിയുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഈ പാർട്ടാണ്. ഇപ്പോൾ ടീനേജാണ് സായിക്ക്, സായിയുടെ എല്ലാ തഗ്ഗുകളും ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പോൾ ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എങ്കിൽ പോലും ഞാൻ ആലോചിക്കും, എങ്ങനെയാണ് ഒരു ടീനേജുകാരനെ വീട്ടിൽ വളർത്തുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണോ എനിക്കറിയില്ല. ഞാൻ ചോദിക്കുക, ഒരു 14 വയസ്സായ മകൻ എന്ന് പറയുമ്പോൾ 13 വയസ്സായ ടീനേജ് അല്ലേ, 14 അങ്ങനെ. എനിക്കൊരു ബ്ലെസ്സിങ് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ കൂടെയുണ്ട്. അപ്പം അമ്മ ഒരു ടീച്ചറാണ്. അപ്പം അമ്മയ്ക്ക് ഒരു കുട്ടിയെ ഇങ്ങനെ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് അറിയാം. അപ്പം അമ്മ വളരെ കൺവെൻഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്, അപ്പം ഞാൻ വളരെ ലിബറൽ ആയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പം രണ്ടുപേരുടെയും കൂടെ ഒരു കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സായി ഒരു നല്ല കുട്ടിയാണ്. അപ്പോൾ അവനൊരു പിന്നെ അവന് നമ്മുടെ വീട്ടിലെല്ലാവരും ഈ പറയുന്ന പോലെ ട്രോളിയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ട്രോൾ എന്നുള്ളൊരു വാക്ക് തന്നെ ഇപ്പോഴത്തെ ഒരു രീതിയാണ്. മുന്നേ തൊട്ടേ നമ്മുടെ വീട്ടിലെപ്പോഴും തമാശ ആൾക്കാർ ഒരിക്കലും നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് കളിയാക്കൽ പോകാറില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനുള്ള വകുപ്പുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് എല്ലാവരും ഒരുമിച്ചിരിക്കുക, സംസാരിക്കുക, കളിയാക്കുക, ഒരുമിച്ച് കഴിവതും ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പിന്നെ സായിക്ക് എന്താണെന്ന് അറിയില്ല. അവനിപ്പം സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ടാണെങ്കിലും തിരിച്ചു വന്ന അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നോട് തന്നെ അവൻ ഷെയർ ചെയ്യും. ഓരോ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ വരെ എൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പം അങ്ങനെ പിന്നെ ഞാൻ അവനെ തല്ലിയിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് ഞാൻ ഇങ്ങനെ വളർത്തണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെയും ഒരു മാനസികമായിട്ടൊരു അമ്മയായിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് എനിക്കൊരു അമ്മയുടെ റെസ്പോൺസിബിലിറ്റി, ഞാനിപ്പോഴും എൻ്റെ ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് ഇപ്പോഴും ആംബീഷ്യസ് ആണല്ലോ ഞാൻ. എനിക്ക് സ്വിം ചെയ്യാൻ പഠിച്ചു. അപ്പം സായിയും സ്വിം ചെയ്യും. അമ്മ സ്വിം ചെയ്യുമ്പോൾ എനിക്കും പോകണം. അമ്മ എന്തിനാണ് ഈ ലേഡീസ് ടൈമിൽ പോകുന്നത്? എൻ്റെ കൂടെ സ്വിം ചെയ്താൽ എന്താ? അപ്പം ഒരു ദിവസം സ്വിമ്മിങ്ങിന് പോയി അമ്മ ബാക്ക് സ്ട്രോക്ക് പഠിച്ചോ? അപ്പം ഞാനിപ്പോൾ പുതിയതായിട്ട് ബട്ടർഫ്ലൈ പഠിച്ചു. സോ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്യും. സോ അങ്ങനെ. അപ്പം അതുകൊണ്ട്
അവൻ്റെ പുതിയ വേർഡ്സ് ഒക്കെ അവൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ഒക്കെ എനിക്കറിയാം. പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പം യുനോ അവൻ്റെ അടുത്ത് സജഷൻസ് ചോദിക്കും. നല്ല കറക്റ്റ് ആയിട്ട് മറുപടി അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കളിയാക്കും, നല്ലോണം കളിയാക്കും. പക്ഷെ നമ്മളതൊക്കെ സഹിച്ചു നിൽക്കണം. പക്ഷെ ചേച്ചിന്റെ ഡ്രസ്സിങ്ങിലൊക്കെ വളരെ കാര്യമായ കാര്യങ്ങളാ പറയുന്നതൊക്കെ. ഫാഷൻ സെൻസാ. ആക്ച്വലി വളർത്തലല്ല എന്ന് തോന്നുന്നു. നമ്മളിപ്പോ പട്ടിയും പൂച്ചയൊന്നും അല്ലല്ലോ വളർത്താൻ. അവര് വളർന്നോളും, നമ്മൾ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി. അതാണെന്ന് തോന്നുന്നു. അവർക്ക് വേണ്ടത് കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണല്ലോ. ഇപ്പൊ നമുക്കെന്താ വേണ്ടത്? പേഴ്സണലി ലക്ഷ്മി പറയും, നമുക്ക് വേണ്ടത് നമ്മളെ കുറേ അധികം അഡ്വൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ വഴക്ക് പറയുന്ന അങ്ങനത്തെ ആൾക്കാരല്ലല്ലോ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. സന്തോഷം തരുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, കളിയാക്കുന്ന കൂട്ടുകാരെയല്ലേ നമുക്കിഷ്ടം. ഇപ്പം എപ്പോഴും അയ്യോ നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സ്, അയ്യോ നല്ല കമ്മൽ, ഇത് ഇങ്ങനെ മാത്രം ചോദിക്കുന്ന ആൾക്കാരല്ല നമ്മുടെ കൂട്ടുകാര് അല്ലേ. ഇപ്പം ലക്ഷ്മി ആരെയും കൂടെ നിങ്ങൾ എത്രയോ ക്ലോസ്ലി നെറ്റാണ്. കളിയാക്കുന്ന അല്ലാതെ ഇന്ന് വരെ ഒരു നല്ല വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അത് സ്നേഹത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഇപ്പൊ അവനാണെങ്കിലും ആരെങ്കിലും വന്നിട്ട് ഓ ചേച്ചി ഭയങ്കര യങ് ലുക്കിംഗ് ആയിട്ടുണ്ടല്ലോ, ഇത് എങ്ങനെയാ ചേച്ചി എന്നൊക്കെ ആരെങ്കിലും ചോദിക്കും. ഇപ്പം വീട്ടിലൊക്കെ വരും, ഉടൻ തന്നെ ഇവൻ സൈഡിൽ കൂടെ പോകുമ്പോൾ അമ്മ കഴിഞ്ഞ ഒക്ടോബറിൽ 38, 39, 41 ഏത് വയസ്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു? ഒരു ആവശ്യമില്ല. ആ ബർത്ത്ഡേ ഇവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല അവന്. അതിലേക്കൂടെ പോകുമ്പോൾ അവൻ എൻ്റെ വയസ്സ് അറിയിപ്പിക്കുന്ന രീതികൾ എന്തെങ്കിലും ഒരു കൊരിസ്റ്റോട് പറഞ്ഞിട്ടോ അങ്ങനെ അതൊരു രസല്ലേ അവന്റെ ഒരു അപ്പം എന്ന് വെച്ചാ എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴും ഈ വീട്ടില് ഒരു മകൻ, അതായത് ചേച്ചി മകൾ, അവൻ മകൻ, ഇവിടെ അച്ഛനും അമ്മയും തന്നെയാണല്ലോ. എന്റെ അച്ഛനും അമ്മയാണ് സ്റ്റിൽ അച്ഛനും അമ്മയും. അതെ, ഇവിടെ പിന്നെ നിങ്ങൾ 3 മക്കളും. അതുപോലെ എപ്പോഴും എല്ലാവർക്കും വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് എപ്പോഴും പറയണം തോന്നിയിട്ടുള്ള കാര്യമാണ്, ചേച്ചി സോഷ്യൽ മീഡിയ ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു മനുഷ്യനാണ്. അതായത് ചേച്ചിയുടെ സോഷ്യൽ മീഡിയ ടീമായ ഞങ്ങളാണ് ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വലിയ കാര്യത്തിലോട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ ആണോ അങ്ങനെ സംഭവിച്ചോ, അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതായത് എല്ലാവരും വിചാരിക്കും ചേച്ചി ഇങ്ങനെ ട്രോളുകളൊക്കെ ചേച്ചിക്കെതിരെ ചെയ്യുമ്പോൾ ഇതൊക്കെ ചേച്ചി കണ്ട് ആസ്വദിക്കും. ഞങ്ങൾ അയച്ചു കൊടുത്താൽ മാത്രമേ ചേച്ചി ഇത് കാണുള്ളൂ, അല്ലാതെ അല്ലേ കമന്റ് ഇടുന്നതും ഞങ്ങൾ തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ ടീമിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളാണത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത് പറയാം, അത് ചേച്ചി പൊതുവെ അങ്ങനെയാണല്ലേ, സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് പേഴ്സണേ അല്ല. എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇപ്പോൾ ചേച്ചിയെ പറ്റി ട്രോൾസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ അയച്ചു കൊടുക്കുക ചെയ്യുക, അല്ലാതെ ചേച്ചി അത് കാണുമെന്ന് അവർ ചെയ്യുന്നവർ പതൊക്കെ ആയിരിക്കും അല്ലേ ആലോചിക്കുന്നുണ്ടാവും, നവ്യ നായർ ഇത് കാണുന്നുണ്ടാവും വായിക്കുന്നു. അല്ല, അങ്ങനെ അയച്ചു തന്നിട്ട് ചിലപ്പോൾ ചിലർ പറയും. ഇപ്പം എനിക്ക് ഈ അടുത്തിടയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് മെസ്സി നന്ദനത്തിലെ ഒരു ഇത് കണ്ടിട്ട് കരയുന്ന വീഡിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എൻ്റെ അടുത്ത് അയച്ചു തന്ന ആള് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒരു കമന്റ് ഇട്ടാൽ ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന് പോയിട്ട് ഒരു കമന്റ് ഇട്ടു. അങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പം അതായത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഭയങ്കര ഷോർട്ട് സ്പാൻ ആണല്ലോ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. 30 seconds 60 seconds അങ്ങനെ ഭയങ്കര ഷോർട്ട് സ്പാനാണ്. ഈ ഷോർട്ട് സ്പാനിലുള്ള സാധനങ്ങൾ നമ്മൾ കാണുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ടോളറൻസ് നഷ്ടപ്പെടും. നമുക്ക് എപ്പോഴും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കാണണം എന്നുള്ളൊരു ഒരു സ്ക്രോളിങ്ങിൻ്റെ ഒരു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ജോലി, അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചറിയാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ട സിനിമയായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നോവൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയ ഒരു നോവലായിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഡീറ്റെയിലിംഗ് ഹാപ്പൻസ് ഓൺലി വെൻ ടൈം ഇസ് ഗിവൺ. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് എടുത്ത് നമുക്ക് ഡീറ്റെയിലിങ്ങിലേക്ക് തിങ്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് വളരെയധികം പേഷ്യൻസും ടോളറൻസും വേണം. അപ്പോൾ ഈ ടോളറൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഗാഡ്ജറ്റ്സ് ആണ് ഈ മൊബൈലൊക്കെ. അതിൽ ഈ സോഷ്യൽ മീഡിയയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇൻഫർമേഷൻസ് ആർ ഇൻ ഫിംഗർ ടിപ്സ് അല്ലേ. ഇപ്പം നമ്മൾ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ് നമ്മുടെ തലയിൽ. അപ്പോൾ നമ്മളൊരു 15-30 റീലൊക്കെ കാണാൻ എത്ര നേരം വേണം? 30 minutes മതി. ഈ 30 minutes കഴിഞ്ഞിട്ട് ഈ 30 minutesൽ നിന്ന് ഒരു 10 റീല് പോലും നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനസ്സിൽ ഒന്നും ബാക്കി വെക്കാതെയാണ് ഈ റീലുകളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഒന്നും ബാക്കി വെക്കാതെ നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അരമണിക്കൂർ കളയുന്നത്? അതിന് പകരം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രോഗ്രാംസ്,
അതുപോലെ ജോൺ പോൾ സാറിൻ്റെ പരിപാടികൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, പഴയ മാധവിക്കുട്ടിയുടെ ഇൻ്റർവ്യൂസ്, അതുപോലെ എത്രയോ മികച്ച ആൾക്കാരുടെ ഒരുപാട് ആർക്കൈവ്സ് നമുക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക്, അതൊക്കെ യൂട്യൂബിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് പഠിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ പഠിക്കുക, നമ്മളറിയാതെ നമ്മുടെ തലയിലേക്ക് അതിനൊരു സ്പീഡുണ്ട്, ഒരു പേസ് ഉണ്ട്, ഒരു താളമുണ്ട്. അതായത് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒരു തിരുവാതിരയെ കാണുന്നെങ്കിൽ അടുത്ത ഗ്രൂപ്പ് ഡാൻസ് കണ്ടു, അതിൻ്റെ അടുത്ത് ബ്രേക്ക് ഡാൻസ് കണ്ടു, അതിൻ്റെ അടുത്ത് മറ്റേ കോമഡി കണ്ടു, അതിൻ്റെ അടുത്ത് ഡ്രസ്സിൻ്റെ കണ്ടു, ഫുഡ്. സോ ബ്രെയിൻ തന്നെ നമ്മൾ എവിടെയും നിൽക്കുന്നില്ലല്ലോ, ഇറ്റ്സ് ഓൾ സ്റ്റക്ക്. അപ്പോൾ ടൈം കില്ല് ചെയ്യാൻ യു ക്യാൻ യൂസ് ഇറ്റ്. ഇപ്പം നമ്മൾ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യാനില്ല, എനിക്കൊന്നും തോന്നുന്നില്ല, അപ്പം വെറുതെ ടൈം കില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എനിക്ക് കില്ല് ചെയ്യാനും വേണ്ടിയുള്ള സമയമൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ നല്ല ചേച്ചി ഇപ്പം എല്ലാം ക്ലിയർ ആയി കാണുമല്ലോ. ചേച്ചി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല. ചേച്ചി കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ച് തുടങ്ങിയതാണ് പ്രിലൗഡ് ബൈ നവ്യ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന് പിന്നിലെ കഥയും കൂടി ഒന്ന് പറയാമോ ചേച്ചി? പ്രിലൗഡ് ബൈ നവ്യയുടെ. കാരണം ചേച്ചിക്ക് ആക്ച്വലി പുള്ളിക്കാലത്തേക്ക് ഷോപ്പിംഗ് ഇഷ്ടമല്ല, പിന്നെ ഷോപ്പിംഗ് ഇഷ്ടമല്ല എന്നുള്ളതിനെ പറ്റി കഥ പറയാം. ഷോപ്പിംഗ് ഇഷ്ടമല്ല, വളരെ ലിമിറ്റഡ് ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ കയ്യിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നടീനെ അങ്ങനെ കാണുന്നത്. പക്ഷെ നമ്മൾ ചെറിയ എന്തെങ്കിലും സാധനം കൊണ്ട് കൊടുത്താൽ അത് ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. അതെനിക്ക് ഞാനും ആര്യ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഒന്നുകിൽ എക്സ്ട്രീം ലെവൽ ബ്രാൻഡഡ് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളില്ലേ, അത്. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾക്കിടയിലാണ് ചേച്ചി എപ്പോഴും. അതെങ്ങനെയാ ഈ ഷോപ്പിംഗ് ഇഷ്ടമല്ലായിക എന്നുള്ളത്? അത് പണ്ട് തൊട്ടേ എങ്ങനെയാണോ? അല്ല, പണ്ടൊക്കെ ഞാൻ ഷോപ്പിംഗ് ചെയ്യും. ഇപ്പോഴാ. ഈ പ്രിലൗഡ് എങ്ങനെയാ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നത്? സത്യം പറയാമല്ലോ, അലമാരി കുറെ സ്പേസ് കിട്ടാൻ വേണ്ടിയാ. അതായത് ഒരിക്കലും ഒറ്റ വട്ടേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഫോട്ടോ ക്വാളിറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇതൊക്കെ എനിക്ക് പിന്നെ ആവശ്യമുണ്ടാവും. ചേച്ചിക്ക് അത് ക്ലിയർ ചെയ്യണം അല്ലേ? ക്ലിയർ ചെയ്ത് ഞാൻ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പം ചില സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തൊന്നും കൊടുക്കാൻ ചുമ്മാ ആരും ഇടത്തില്ലല്ലോ, എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഇടാൻ പറ്റുള്ളൂ. ലൈക്ക് കല്യാണം, ഇങ്ങനെ കുറേ വർക്കൊക്കെ ചെയ്ത് സ്റ്റോൺസ് ഒക്കെ വെച്ച്. ഞാൻ എപ്പോഴും ഡ്രസ്സ് ഇടുന്നത് കംഫർട്ട് വെച്ചിട്ടാണ്. നല്ല സുഖമായിരിക്കണം എനിക്ക്. ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് മെയിനായിട്ടും സ്റ്റൈലിനെക്കാട്ടിലും ഫാഷനെക്കാട്ടിലും കംഫർട്ടാണ്. അപ്പം ലൂസ്, നല്ല മെറ്റീരിയൽ, ഈ ലിനൻ, അങ്ങനെ കോട്ടൺസ്, നല്ല കോട്ടൺ, അത് എത്ര പ്രാവശ്യം വേണമെങ്കിൽ എനിക്ക് റിപ്പീറ്റ് ചെയ്യും. അത് പറയാത്താണ് ഭേദം. ഇവിടെ ഒരു ചുരിദാർ എല്ലാ കാലത്തും ആ ചുരിദാർ ഇട്ട് മാത്രമേ ഞാൻ ചേച്ചി. ഇന്ന് ഇന്റർവ്യൂവിനും ആ ചുരിദാറായിരുന്നു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കയ്യേക്കാലേ പിടിച്ചു പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഈ ചുരിദാർ ഇട്ട് ഈ ഇന്റർവ്യൂവിൽ വരരുത്. നല്ല ചുരിദാറായിരുന്നു. ആ ചുരിദാർ മാറ്റി ചുരുട്ടി. കംഫർട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ട് അങ്ങനെ എനിക്കറിയാം കേട്ടോ, ചില ആൾക്കാരെ കംഫർട്ട് ഉണ്ടെങ്കിൽ അത് മാത്രം ഇടുന്ന മനുഷ്യര്. എനിക്കെന്താ ചിന്തിക്കാൻ വയ്യ ഒരു സാധനം. പിന്നെ എങ്ങനെ ആര്യയൊക്കെ ഒരു പ്രാവശ്യത്തേക്ക് ഉള്ളൊരു ഡ്രസ്സ് എടുത്തില്ല. അല്ല, ആര്യല്ല, സോറി, ലക്ഷ്മി അല്ലേ? ഞാൻ ഇതുവരെ ഇത്രയും നാളെ ഞാൻ ലക്ഷ്മിയെ കാണുന്നു, ഇന്ന് വരെ ഞാൻ ലക്ഷ്മി ഒരു ഡ്രസ്സ് പോലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ചേച്ചി ഹിസ്റ്ററിയുടെ ബുക്ക് വായിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാ ചേച്ചിക്ക്? അത് ക്രൈസ് ആയതുകൊണ്ട്. എനിക്ക് ആകെ ക്രൈസ് ഉള്ള. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഞാൻ പക്ഷെ എപ്പോഴും വളരെ കൗതുകത്തോടെ കാണും. അതായത് ചുമ്മാ ഒന്ന് മൂന്നാർ പോവാന്ന് പറഞ്ഞാലും ആ മൂന്നാറിന് പോവാൻ വേണ്ടിയും ഡ്രസ്സ് മേടിക്കും. അങ്ങനെയൊക്കെ. ഇപ്പൊ മാതങ്കി ഫെസ്റ്റിവല്, അതിനൊക്കെ ഇവര് പോയി ഓരോന്നൊക്കെ മേടിച്ചു. ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല, ഇവള് മേടിച്ചു. അങ്ങനെ എല്ലാത്തിനും മാതങ്കി ഫെസ്റ്റിവലിന് മേടിക്കണം. ഇനി ഇവിടെ ഡാൻസ് സ്കൂളിൻ്റെ ആനിവേഴ്സറി വരാൻ പോവാ, എനിക്ക് ഉറപ്പായി ഇവര് ഡ്രസ്സ് മേടിക്കും. ഞാൻ ഒന്നും മേടിക്കത്തില്ല. സത്യം, ഞങ്ങൾ മേടിക്കും. കാരണം ഇപ്പൊ ഇതാ ചേച്ചി ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പൊ ഞാൻ വന്നിട്ട് ചേച്ചി ഒന്നും മേടിച്ചില്ലേ പുതിയത്? അപ്പൊ ചേച്ചി എന്തിനാ മേടിക്കുന്നേ? അപ്പൊ ഞാൻ അതിശയത്തിൽ ചോദിക്കാം, ചേച്ചി ഒന്നും പുതിയത് മേടിച്ചില്ല. കാരണം ഇവിടെ പഴയ പുരാതന കാലം തൊട്ട് ഞങ്ങൾ കാണുന്ന സാധനങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് പെട്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് സമ്മതിക്കണം. നമ്മുടെ എർത്ത് ബൈ നവ്യം കൂടെ പറഞ്ഞു. അത് ചേച്ചിയുടെ ഒരു പുതിയ എർത്ത് ബൈ നവ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലവ്ഡ് ബൈ നവ്യ എന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പം പ്രിലവ്ഡ് ബൈ നവ്യ തുടങ്ങിയത് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മാറ്റണം. അപ്പൊ ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് ഡാൻസിന്റെ ഒരുപാട് കോസ്റ്റ്യൂംസ് ഉണ്ട്, എൻക്വയറീസും വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ കേട്ടോ, എന്തായാലും സമയമില്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. കുറെ ഡാൻസിന്റെ സാധനങ്ങളൊക്കെ ആർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
അത് ഈ പറയുന്ന പോലെ ഞാൻ ഈ ഡാൻസിന്റെ കോസ്റ്റ്യൂം ഒന്നും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും വേറെ പ്രയോജനമില്ല. അത് സ്പെസിഫിക് ആയിട്ട് ഉപയോഗമുള്ളവർക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എടുത്തിട്ട് അതിനെ നമ്മൾ ഒരു സോഷ്യൽ കോസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ സന്തോഷം എനിക്കുണ്ട്. അതിനുശേഷം ഈ എനിക്കിങ്ങനെ ഷോപ്പിംഗ് ആണ് ഇഷ്ടമല്ലാത്തത്. എനിക്ക് ഡ്രസ്സിനൊരു താല്പര്യങ്ങളുണ്ട്. ഡിസൈനിങ് അങ്ങനെ ഒരു അതിലെനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഷോപ്പിങ്ങിന് പോയി ഇതൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ എനിക്ക് പറ്റില്ല. പക്ഷെ എൻ്റെ മനസ്സിലിങ്ങനെ ഐഡിയാസ് ഉണ്ട്, ചില എംബ്രോയിഡറീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഐഡിയാസ്, ഡ്രസ്സിനെ പറ്റിയിട്ട് ഓരോ ഐഡിയാസ് ഉണ്ട് പണ്ട് തൊട്ടേ. അപ്പൊ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സേ ഉള്ളെങ്കിലും ആ ഉള്ള ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല സെലക്ഷൻ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ ഷോപ്പിംഗ് എപ്പോഴും കൺവീനിയന്റ് ആയിട്ടായിരിക്കും ചെയ്യാം, ഷോപ്പ് ചെയ്യാൻ വേണ്ടി. സാധനം അതായത് ഇപ്പൊ എർത്ത് ബൈ നവ്യ എന്ന് പറഞ്ഞ പേജിൽ നോക്കിയാൽ ചേച്ചി ഡിസൈൻ ചെയ്ത കുറച്ച് ഡ്രസ്സ് കാണാം. ആ ഡിസൈനിങ് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു 5 കൊല്ലോ അല്ലെങ്കിൽ 4 കൊല്ലമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ചെയ്യണം, എന്ന് ചെയ്യാം, എപ്പോൾ ചെയ്യണം. ഇതാണ് പ്ലാൻ മനസ്സിലുണ്ട്. ചേച്ചി ഒരു ദിവസം രാവിലെ ഞങ്ങളോട് പറയുന്നു, എൻ്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട്, അത് ഞാൻ വരയ്ക്കാൻ പോവാം. ഉച്ചയ്ക്ക് വരച്ചു, വൈകുന്നേരം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. പിറ്റേ ദിവസത്തേക്ക് ഡ്രസ്സ് വന്നു. പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഫോട്ടോഷൂട്ട് അറേഞ്ച് ചെയ്യണം, എൻ്റെ ഡ്രസ്സായിട്ടുണ്ട്. ഏത് ഡ്രസ്സ്? അപ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന ഐഡിയ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചിയുടെ ഫുൾ പിന്നത്തെ സെർച്ചിങ് മൊത്തം ഈ ഡ്രസ്സുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ സെർച്ച് ചെയ്യും. അപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയ എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ എർത്ത് ബൈ നവ്യ നമ്മൾ ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഈ എർത്ത് ബൈ നവ്യ നമ്മൾ നെക്സ്റ്റ് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത്? അങ്ങനെയില്ല, എർത്ത് ബൈ നവ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിലൊരു സ്റ്റോറാണ്. ഓക്കെ, സോ എനിക്കിഷ്ടമുള്ള, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന എന്ത് എലിമെന്റ്സും ഞാൻ അതിൽ പ്ലേസ് ചെയ്യും. അപ്പൊ അതിനിപ്പോ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇപ്പൊ ഡ്രസ്സിലാണ് നമ്മൾ സ്റ്റാർട്ട്. ഇപ്പൊ എനിക്കൊരു ഫാന്റസി ഡ്രസ്സിലാണ്, ലിനൻ മെറ്റീരിയൽ, ലിനൻ ആണ്. ക്രിസ്മസ് ലോഞ്ച് ആയിരുന്നു. അപ്പം എർത്ത് ബൈ നവ്യയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അപ്പം നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും. പ്യുവർ ലിനനിൽ ഹാൻഡ് എംബ്രോയിഡറിയിലാണ് ആ ഡ്രസ്സസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര എനിക്കിഷ്ടമുള്ള, എനിക്ക് വേണ്ടി ചെയ്തതാ. അപ്പം എന്നെ പോലത്തെ ഈ കംഫർട്ട് ഇഷ്ടപ്പെടുന്ന എന്നാൽ കുറച്ച് ക്ലാസി ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയാണോന്ന് എനിക്കറിയത്തില്ല കേട്ടോ, കാരണം ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ് അല്ല. എൻ്റെ ഇഷ്ടം വേറൊരാളുടെ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല. അപ്പം ഐ എം റോങ്, അത് തെറ്റാണ് ആ വേർഡ്. അതർ ഞാൻ എങ്ങനെ പറയട്ടെ, എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ആണ് അതിൽ ചെയ്തേക്കുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയാണ്. സോ ലെറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കുക ഇഫ് യു ആർ ലൈക്കിംഗ്. നല്ല നല്ല ഉടുപ്പുകളാണ്. ഞങ്ങൾ അതിൽ ഓൾറെഡി നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് 2-3 ചേച്ചി ഞാൻ കുറേ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിസ്മസ് അല്ലേ ഇതെന്ന് പറയുന്നത്. ഇതിൽ എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ തുറക്കുമ്പം ഇതുമായി ബന്ധപ്പെട്ട് ചേച്ചിക്ക് ഒരു മെമ്മറി ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. മെമ്മറിയോ എന്തെങ്കിലും ഇത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അത് ചുമ്മാ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ എടുത്താൽ ചേച്ചിയുടെ ക്രിസ്മസ് മെമ്മറി ഒന്നും അങ്ങനെയില്ല. പലപ്പോഴും ഈ എല്ലാവരുടെയും വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. കാരണം ഈ പറയുന്ന പോലെ ക്രിസ്മസ് ട്രീ നമ്മളിപ്പോൾ പുൽക്കൂടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണ്ടേ. ഇപ്പം നമുക്ക് അത്തപ്പൂ ഇടാന്ന് വെച്ചാൽ വീടുകളിൽ നിന്നൊക്കെ പൂക്കൾ കിട്ടും. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് വളരെ ഫാൻസി ആയിരുന്നു, എക്സ്പെൻസീവ് ആയിരുന്നു. ഉണ്ണീഷോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കണം, അപ്പം അതിനുള്ള പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും അച്ഛനടുത്തും അമ്മയടുത്തും അങ്ങനെ ഇഷ്ടങ്ങളൊന്നും പറയാറില്ല. കാരണം എനിക്കറിയാം എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട്. ദാരിദ്ര്യമാണെന്നല്ല അതിൻ്റെ അർത്ഥം, മിഡിൽ ക്ലാസ് ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫുഡ് ഒരു ബേക്കറി പോയാൽ പോലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതെൻ്റെ അച്ഛൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് മുകളിലാണോ എന്നുള്ളത് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു കൺസേണാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരൊരിക്കലും ഇപ്പം മക്കളോട് നമുക്ക് അങ്ങനെ നോ പറയാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും 10 രൂപയാണ് ഞങ്ങളുടെ സ്കൂൾ ഫീസ്, ഈ പരീക്ഷാ ഫീസൊക്കെ ആ സമയത്ത്. അത് മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു. അല്ലാതെ സ്കൂളിൽ ടൂറ് പോയിട്ടില്ല. ടൂറൊന്നും പിന്നെ 1500 രൂപ അങ്ങനെയൊക്കെ വരും. അപ്പം ഇങ്ങനെ ഇത്രയും ചിലവല്ലേ ഡാൻസ് പഠിക്കുന്ന ഇതിനൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് അച്ഛനും അമ്മയും ബർത്ത്ഡേക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരും എനിക്ക്. പിന്നെ ചിലപ്പോൾ ചില ബന്ധുക്കളൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തു തരും. അപ്പം അങ്ങനെ വല്ലതും കിട്ടിയാലും ഓക്കെ. അതല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫാൻസി ആയിരുന്നു അന്നത്തെ കാലത്ത്. എൻ്റെ ചില കൂട്ടുകാരുടെയൊക്കെ വീട്ടിലിങ്ങനെ ക്രിസ്മസ് ട്രീ ഒരുക്കും.
അപ്പോൾ അവർ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പോവും. ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഈ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ കാണും. അങ്ങനെ ഒരു സെലിബ്രേഷൻ പരിപാടിയൊക്കെ ചിലപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. അപ്പം അന്നൊക്കെ ഈ ചിക്കൻ കഴിക്കാന്ന് പറയുന്നത് വളരെ ഇടയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം നമുക്ക് ഭയങ്കര കൊതിയാണ്. അപ്പം അങ്ങനെ പോയി അവരുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട് ഇതൊക്കെ വീട്ടിൽ റെഡിയാക്കി വെക്കണം എന്നുള്ളൊരു മനസ്സിലൊരു കൊതി തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. ശരിക്കും തുറക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? എന്തുമായിരിക്കും ഇല്ലേ? താങ്ക്സ് ഇല്ലാന്നൊക്കെ അപ്പൊ തന്നെ. ഇതൊരു ഡയറിയാ. ചേച്ചി ഡയറി എഴുതുന്ന ആളാണോ? എഴുതുമായിരുന്നു, ഇപ്പൊ എഴുതാറില്ല. ചെറുപ്പത്തിലൊക്കെ ഡയറി ചെയ്തു? ചെറുപ്പത്തില് ഇഷ്ടം പോലെ. അതിനകത്ത് ശത്രു ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു എഴുത്ത് പാറ്റേൺ? ഇതിന് അമ്മ ഭയങ്കര അമ്മമാരാണല്ലോ നമ്മളെ തല്ലുമൊക്കെ ചെയ്യാം. അമ്മയാണ് എന്റെ സ്ഥിരം ഭദ്രകാളി. ഡയറിയില് കവിതകളിലൊക്കെ അമ്മയാണ് ശത്രു കഥാപാത്രം. അങ്ങനെ പിന്നെ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നവരോടൊക്കെ എനിക്ക് ശത്രുതയാ. പ്രത്യേകതര സ്വഭാവം. അപ്പൊ അങ്ങനെ അങ്ങനെ നല്ല ഇറ്റ്സ് നൈസ്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഡയറി ഇഷ്ടമാണ്. എൻ്റെ എന്ന് തൊട്ടിട്ട് നിർത്തിയത് ഡയറി എഴുത്ത്? എൻ്റെ ഡയറി എടുത്ത് വെച്ച് ഒരാൾ വായിച്ചു, അതിന് ശേഷം ഞാൻ എഴുത്ത് നിർത്തി. വെരി പ്രൈവറ്റ് അല്ലേ? ഇറ്റ് ഈസ് വെരി പ്രൈവറ്റ്. പക്ഷേ അപ്പം ഈ ചേച്ചിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ്. വായിച്ചിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. വായിക്കാം. പേടിപ്പിക്കുമോ? എനിക്കറിയില്ല. ഇത് ഞാൻ തരാൻ കാര്യം എന്താ വെച്ചാൽ ചേച്ചിക്ക് ഇങ്ങനത്തെ ചേച്ചി കേട്ടിട്ടുള്ള എന്തോ ഒരു അങ്ങനത്തെ സ്റ്റോറിയോ യക്ഷിക്കഥകളുണ്ടോ? അയ്യോ, എനിക്ക് ഇല്ല. കഥകൾ ഭയങ്കര കുറവാണ്. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പ്രേതമൊക്കെ ഉണ്ടെന്ന് ഭയങ്കര ബിലീഫാണ്. അപ്പം അത് ഇല്ലാന്നല്ല പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ദൈവത്തിനെയും വിശ്വാസമാണ്, പേടിയാ. പ്രേതത്തിനെയും വിശ്വാസമാണ്, പേടിയാ. പ്രേതത്തിന് വിശ്വാസം, പ്രേതം എനിക്കെല്ലാം ചെയ്തു തരുമെന്നല്ല, പക്ഷെ പ്രേതം ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. കാരണം ഇങ്ങനെ സോളൊക്കെ ഉണ്ട്, ആത്മാവൊക്കെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള. അപ്പം അച്ഛനാണെങ്കിൽ ഞങ്ങൾ ഹലോ മമ്മി സിനിമ കാണാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും ഒക്കെ ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ അച്ഛൻ എനിക്കൊന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഒരു ഇതിനെ പറ്റിയിട്ടാണ്, എനിക്ക് ഓർമ്മയില്ല ആരെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കരിയറിൽ പറഞ്ഞതാണ്, അത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം അച്ഛൻ എൻ്റെ അടുത്ത് പറയുക. അതായത് ഒരു കുട്ടി, ഒരു വീട്ടിൽ ഒരു അച്ഛൻ്റെ അമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ട്, ഒരു മകളുണ്ട്. ഈ മകള് ഒരു ദിവസം മുതൽ ഭയങ്കര വിയേർഡായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലുള്ള കുട്ടിയാണ്. ഒരു ദിവസം മുതൽ ഭയങ്കര വിയേർഡായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി, ഹിന്ദിയിൽ വർത്താനം പറയാൻ തുടങ്ങി. ആകെ പ്രശ്നം. അവസാനം പോലീസ് ഇടപെട്ടിട്ട് ഈ കുട്ടി പറയുന്ന സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കറക്റ്റായിട്ട് ഒരു ഗല്ലി കൂടെ, ഒരു സ്ട്രീറ്റിൽ കൂടെ, ഒരു ഗല്ലിയിൽ കൂടെ നടന്നു പോയി അവരുടെ വീട്ടിൽ ചെന്ന് കയറി. എന്നാന്ന് പറഞ്ഞാൽ അതൊരു മഹാരാഷ്ട്രീയൻ ഫാമിലിയാണ്. ആ ഫാമിലിയിലെ മകള് വന്ന് റേപ്പ് ചെയ്ത് മരണപ്പെട്ടതാ. ആ കുട്ടിയുടെ ആത്മാവാണ് ഇവിടുത്തെ ഈ കുട്ടിയിൽ കയറിയിരിക്കണോ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അവരെ ഫുൾ സ്റ്റോറി, ഇവർക്ക് സംസാരം എല്ലാം മകളെ പോലെ. അപ്പൊ അവർക്ക് ആ ഫുൾ സ്റ്റോറി വന്നിട്ട് പക്ഷെ അത് തെളിയിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് ആ കേസ് തെളിയിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇപ്പോഴും ആ പെൺകുട്ടിയെ, പിന്നെ കേരളത്തിലുള്ള ആ പെൺകുട്ടി ഉണ്ടല്ലോ, ഈ അച്ഛനും അമ്മയും അവർക്ക് കൊടുത്തിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇവർ പാവപ്പെട്ട വീട്ടിലായിരുന്നു, പൈസ കൊടുക്കുന്നത്. വെച്ചാൽ ഇത് സംഭവിച്ചത് കുറേ വർഷങ്ങൾ മുന്നാണ് ആ കുട്ടി മരിക്കുന്നത്. ഈ കുഞ്ഞുണ്ടായത് വളരെ ലേറ്റർ സ്റ്റേജിലാണ്. എന്നിട്ട് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസയൊക്കെ ആ വീട്ടുകാരാണ്, ആ മറാഠി ഫാമിലിയാണ് കൊടുത്തത്. അവരത്ര റിച്ച് ആണ്, അവര് കൊടുത്തു. എന്നിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ അച്ഛനെയും അമ്മയും കുഞ്ഞിനെയും കൂടെ ഇവര് കൊണ്ടുപോയി അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാള് ഈ ഒരു അനുഭവം പറയുന്നത്. പിന്നെ ഞാൻ ഈ അടുത്തിടയിലൊരു ഇത് കണ്ടു. അതായത് എനിക്കൊരാൾ അയച്ചു തന്നിട്ട് ഞാൻ കണ്ടതാണ്. അതായത് ഒരു സ്ത്രീ വന്ന്, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്, ഇതുപോലെ അവർ മരിച്ചു. അവർക്കൊരു പനി വന്നിട്ട് അവർ മരിച്ചിട്ട് ഇവരെ അടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ആ ചിതയിലോട്ട് എടുക്കുന്ന സമയത്ത് ഇവർ മൂവ് ചെയ്യും. അങ്ങനെ ആൾക്കാർ
കൊണ്ടുവന്ന് ഇവരെ പുറത്ത് കൊണ്ടുവന്ന് വെച്ച് എല്ലാം ചെയ്യും. പക്ഷെ ആ ഉറക്കത്തിൽ നിന്ന് ഇവർ ഉണരുമ്പോൾ മുതൽ എനിക്കറിയില്ല അടുത്ത ഇന്റേണൽ ഓർഗൻസ് പോലെ ഇത് വല്ലതും വൈറലാവും. എന്തായാലും ഇത് ഞാൻ കേട്ടൊരു കഥയാണ് കേട്ടോ. അപ്പോൾ അവർ ചിതയിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്കും ഇവർ ഉണർന്നു. എന്നിട്ട് പിന്നീട് മുതൽ ഇവർ വേറെ രീതിയിലാണ് കംപ്ലീറ്റ്. അതായത് ഈ മരിച്ച സ്ത്രീ എഡ്യൂക്കേറ്റഡ് അല്ല, ഒരു ഗ്രാമമാണ്, ഇന്റീരിയർ ഗ്രാമം. പക്ഷെ മറ്റേ ഇവർ പുറത്ത് വന്നപ്പോഴത്തേക്കും ഇംഗ്ലീഷ് സംസാരിക്കും, നല്ല ഭാഷയിൽ സംസാരിക്കും. അങ്ങനെ ഈ അവസാനം ഇവരെ അന്വേഷിച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ യഥാർത്ഥ ഭർത്താവ് വരുന്നു. അങ്ങനത്തെ ലോട്ട് ഓഫ് സ്റ്റോറീസ് അങ്ങനെയൊക്കെ ഉണ്ട്. അവരെ ശരിക്കും അവരുടെ അമ്മായിയമ്മയും, ഭർത്താവല്ല വരുന്ന അച്ഛനും അമ്മയും വരുന്നു. അവരുടെ ഭർത്താവും അമ്മായിയമ്മയും കൂടെ ചേർന്നിട്ടാണ് ഈ ആത്മാവ് എന്ന് പറയുന്ന സ്ത്രീയെ കൊന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റോറിയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഈ സ്ത്രീ മരിച്ചു പോകുന്നതായിട്ടാണ്. പക്ഷെ ഇങ്ങനൊക്കെ കേൾക്കുമ്പം പിന്നെ എന്തുവാ ഇത്, എനിക്ക് അറിയത്തില്ല, എന്തോ ഉണ്ട്. ഇത് യക്ഷിക്കഥയായിരുന്നു. അതാ ഞാൻ അങ്ങനത്തെ സ്കോട്ട്ലൻഡിലെ യക്ഷിക്കഥകൾ. അത് ചേച്ചി വായിച്ചിട്ട് എനിക്കും തരണം, ഞാനും വായിച്ചിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ചെറിയ ബിലീഫ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടി, ഞാൻ പേടിച്ചു ദൂരെയാണ്. വലിയ വർത്താനൊക്കെ പറയുന്നൊരു പേടിച്ചു ദൂരെ. ചേച്ചിക്ക് ഗ്യാസ് കുറ്റി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 ക്യാൻവാസ് താങ്ക് യു സോ മച്ച്, സോ നൈസ്. ചെറിയ ഒരു ക്യാൻവാസ് മേടിച്ചു. അത് പുതിയൊരു ഞങ്ങളൊന്ന് എന്താ പറയുക മോട്ടിവേഷൻ കൊടുക്കുന്നതാ, പുതിയൊരു കലാരൂപം എന്നിട്ട് വേണം കളിയാക്കാൻ. ചേച്ചി പറഞ്ഞില്ലേ റിയൽ ഫ്രണ്ട്സ് ആണെങ്കിലേ കളിയാക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ, പിന്നെ അല്ല. ശരിക്കും ഇവിടെ നല്ല ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ, കിടിലൻ ചിത്രങ്ങൾ വേറെ ഉണ്ട്. ഇതാ നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അതും ചേച്ചിക്ക് ഞാൻ തരണം നോർത്തോണ്ടിരിക്കുന്ന ഒരു ബുക്ക്. ചേച്ചി ഇത് വായിച്ചിട്ടുണ്ടാവും മേ ബി. ഇല്ല, ഇത് വായിച്ചിട്ടില്ല. ഇതും ഭയങ്കര നല്ല രസമുള്ളൊരു ബുക്കാണ്. റൊമാൻസ് ഫിക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു കഥ പറയും. ഇതിന്റെ ബുക്കിന്റെ പേര് പറഞ്ഞു കൊടുക്കൂ. വാൻഗോഗിന്റെ കാമുകി, ജേക്കബ് എബ്രഹാം. എനിക്കും പ്രണയം തോന്നുന്നുണ്ട്. 1881 ക്രിസ്മസിനാണ് വിൻസെന്റ് വാൻഗോഗിനെ ഞാൻ ആദ്യമായി കാണുന്നത്. ക്രിസ്മസ് എനിക്ക് എൻ്റെ തുടക്കം ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിൻസെന്റ് വാൻഗോഗിൻ്റെ വരികൾ, തിരമാലകൾ ഭയാനകമെന്നും സമുദ്രം അപകടകരമെന്നും മീൻപിടുത്തക്കാർക്കറിയാം. പക്ഷെ അതൊരിക്കലും കടലിൽ പോകുന്നതിൽ നിന്നും അവരെ തടയുന്നില്ല. ജീവിതത്തിലെല്ലാം ഇങ്ങനെയാണ്. എല്ലാത്തിൻ്റെയും നെഗറ്റീവ്സ് നമുക്കറിയാം, പക്ഷേ നമ്മളൊരിക്കലും അതിൽ നിന്ന് പിന്തിരിയാറില്ല. കാരണം ദാറ്റ്സ് വാട്ട് ഇസ് കോൾഡ് ലൈഫ് അല്ലേ. പ്രണയം അപകടമാണെന്ന് നമുക്കറിയാം, ചതിക്കുഴികൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകാമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളാരും പ്രണയിക്കാതിരിക്കുന്നില്ല അല്ലേ. സോ അപ്പം ഈ പുസ്തകത്തോടു കൂടി ഞങ്ങളുടെ ക്രിസ്മസ് ചേച്ചിക്ക് അല്ലേ സ്റ്റോക്ക് ലാലയുടെ ഞാൻ ആലോചിക്കുകയാണ് ഇത് വായിച്ചപ്പോഴേ, ഞാൻ ആരാണ് എന്ന് തുറന്നു പറയാൻ ഞാൻ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ഈ വരികൾ ഇങ്ങനെയല്ല. എന്നാൽ പോലും ഞാൻ ആരാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് എത്രയോ മുൻപ് പറഞ്ഞ മാധവിക്കുട്ടി എന്ന് പറഞ്ഞൊരു മഹത് വ്യക്തി ജീവിച്ചിരുന്ന കേരളത്തിലാണല്ലോ നമ്മൾ അല്ലേ. ഏറ്റവും പ്രിയപ്പെട്ട എന്താ പറയുന്ന എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് അല്ലേ മനസ്സിലാവുകയും ചെയ്യും. ബഷീർ ഒരു രക്ഷയില്ല. അപ്പോ ഇതപ്പോ അടുത്ത രക്ഷ ഞങ്ങൾക്ക് ഇത് പ്രണയത്തിന്റെയും നർമ്മത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും വേദനയുടെയും രാഷ്ട്രീയത്തിന്റെയും അരാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയവും എല്ലാം ഒരൊറ്റ മനസ്സോടുകൂടി മനുഷ്യനിലേക്ക് ഇങ്ങനെ ആഴത്തിലെത്തിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള വാക്കുകളിൽ ഏറ്റവും ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിനെ ഇങ്ങനെ തറയ്ക്കുന്ന രീതിയിൽ എത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത് കേട്ടിട്ടില്ല ബഷീറിൻ്റെ? ബഷീറും ശോശാമ്മയും ചായ കുടിക്കാനായി ചായപ്പീടികയിൽ കയറി. ബഷീർ പറഞ്ഞു 2 ചായ. ശോശാമ്മയ്ക്ക് അത് ഇഷ്ടമായില്ല. ശോശാമ്മ പറഞ്ഞു 2 കാപ്പി. അല്പനേരത്തെ ഇടവേള. ബഷീറും ഒന്ന് ആലോചിച്ചു, ശോശാമ്മയും ഒന്ന് ആലോചിച്ചു. ബഷീർ പറഞ്ഞു 1 ചായ. ശോശാമ്മ പറഞ്ഞു 1 കാപ്പി. 2 പേര് സന്തോഷത്തോടെ ചായയും കാപ്പിയും കുടിച്ച് നടന്നിരുന്നു. പതിവ് പോലെ പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു. മതനിരപേക്ഷതയുടെ സൂര്യൻ, സമാധാനത്തിന്റെ സൂര്യൻ, അങ്ങനെ എന്തോ. ഒന്നാലോചിച്ച് എത്ര സിമ്പിൾ ആയിട്ടാണ്. അതായത് എനിക്ക് 2 ചായ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവളുടെ ഇഷ്ടം എന്നൊന്നുണ്ട് അല്ലേ.
അപ്പം ആ മറ്റൊരാളെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു വലിയ സന്ദേശം നർമ്മത്തിലൂടെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ശരി. അതാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ ഈ പറഞ്ഞ വരികളെല്ലാം കറക്റ്റ് എന്തോ ഓർമ്മയിൽ പറയുന്നതാണ്. അപ്പൊ ചിലപ്പോൾ ഇത്രയും പറയുന്നില്ലേ കറക്റ്റായിട്ട്. അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ എല്ലാ ആശംസകളും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ആശംസ പറയേണ്ട കാര്യമില്ലല്ലേ ചേച്ചി. ഇഷ്ടപ്പെട്ടോ ഈ ഗിഫ്റ്റൊക്കെ? എല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞങ്ങൾ ഇന്നലെ തന്നെ ഇന്നലെ കൊടുത്തു. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. സീല് വെക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് നമ്മൾ യൂട്യൂബിൽ ഒരു സാധനം ചെയ്തപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. പുസ്തകങ്ങൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിലും, ആൻഡ് മോർ ദാൻ ദാറ്റ് എനിക്ക് ഇവരെ ഇഷ്ടമാണ്. സോ ഫോർ മീ പീപ്പിൾ മാറ്റേഴ്സ്. എനിക്ക് ബന്ധങ്ങളാണ് പണത്തിനേക്കാളൊക്കെ വലുത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നല്ലൊരു വർഷം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. ഒരു പുസ്തകം വെച്ചിട്ട് ഞാൻ വായിക്കാൻ, എന്തൊക്കെ സംഭവിച്ചാലും പുസ്തകം വായിക്കുന്നത് തീരുമാനിച്ചു വീണ്ടും ഈ വർഷം 2025. ചേച്ചി എന്തെങ്കിലും അങ്ങനെ ഒരു ന്യൂ ഇയർ ഇതെടുത്തിട്ടുണ്ടോ? റെസൊല്യൂഷനോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ചേഞ്ച് ചെയ്യും. അതിന് ന്യൂ ഇയർ ഒന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും. അങ്ങനെ ന്യൂ ഇയർ വരാൻ വേണ്ടി ഒന്നും ഞാൻ കാത്തിരിക്കാറില്ല. എന്തെങ്കിലും ശരിയായില്ല, നോ കറക്റ്റ് ചെയ്യണം തോന്നുമ്പോൾ ഞാൻ അങ്ങപ്പം തന്നെ ചേഞ്ച് ചെയ്യും. അതിനെനിക്കൊരു ന്യൂ ഇയർ ഒന്നും വേണ്ട. നിർത്താനും തുടങ്ങാനും ഒക്കെ ഒരു തീരുമാനം പോരെ, എന്തിനൊരു പ്രത്യേക ദിവസം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു. ബൈ.